പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ ശക്തരായ പ്രാർത്ഥനാ പോരാളികൾക്ക്, അഭിഷിക്തന്മാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള പ്രഭാത വന്ദനങ്ങൾ. ആമേൻ. സ്തോത്രം. അതിശക്തമായ ആരാധനകൾ, പ്രാർത്ഥനകളൊക്കെ ഈ അതിരാവിലെ ഉണർന്ന് കർത്താവിന് കൊടുത്ത എല്ലാ മക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. ആമേൻ. സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മഹത്വവും എല്ലാ മാനവും പുകഴ്ചയും എല്ലാം സർവശക്തനായ എന്റെ സ്വർഗത്തിലെ അപ്പന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എല്ലാവരും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. വളരെ പ്രത്യാശയോടുകൂടി ആയിരിക്കുക. ആമേൻ. സ്തോത്രം. അതിരാവിലെ ഇങ്ങനെ ഉണർന്ന് ഇരിക്കുന്നത് തന്നെ വളരെ അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് കാണുന്നു, അറിയുന്നു, നമ്മെ നന്നായി അറിയുന്ന, നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഒരുവന്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഉപവാസം എല്ലാവരുടെയും ലൈഫിൽ, എല്ലാവരുടെയും പേഴ്സണൽ, കുടുംബജീവിതം, എല്ലാ മേഖലകൾക്കകത്തും അസാധാരണമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവ് ആമേൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കൃപയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. ആമേൻ. സ്തോത്രം. നമുക്ക് തിരുവചന ചിന്തയിലേക്ക് കടക്കാം. ആമേൻ. സ്തോത്രം. അതിനു മുൻപായി ഒരു സെക്കൻഡും കൂടി എല്ലാവരും അന്യഭാഷകളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്യഭാഷ അടയാളത്തിൽ സംസാരിക്കുവാനുള്ള ആമേൻ അധികാരം ലഭിച്ചവർ ആമേൻ എല്ലാവരും ഒരു സെക്കൻഡ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ൂബാലാസധരമനഗടകരകൽക്കമന അസ്തരം ജലമാനഗതരജാര വൈഡരാധനാരകൽക്കമനാദിയാന്തരെ ഹൃദയങ്ങൾ, മനസ്സുകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ ഒന്ന് തുറന്നു വെച്ചാട്ടെ. നാം കേട്ടു ആരാധനയിൽ അതിശക്തമായ പാട്ടുകൾ പാടി ആരാധിച്ചപ്പോഴൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. നാം കേട്ടു പ്രാർത്ഥനയിലെല്ലാം നല്ല നിലമാക്കി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ഒരു അല്പസമയം എല്ലാവരും ആ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്തിന് വേണ്ടി വിട്ടുകൊടുത്താട്ടെ. കർത്താവിന് എന്താണോ സംസാരിക്കുവാനായിട്ടുള്ളത്, ആമേൻ, ആ അപ്പൻ നമ്മളെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താട്ടെ. റൂഡലമ ശമനക ദുരവൽക്കരബലക സന്ദര പ്രബൽക്കമനാദിയ ജാലമാനവ ശമനേതകൽക്കമനഹസ്തനാദിയ അന്തരെ സമർപ്പണത്തോടെ ഇരിക്കുന്ന എല്ലാവരെയും ആത്മാവിന്ന് സ്പർശിക്കേണ്ടതിനായി ആമേൻ എല്ലാവരും ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവിൽ അന്യഭാഷകളിൽ ഒരു സെക്കൻഡ് ധാബ്രയിലെ സെറ്റേലിയ റംചന അന്തരീക്ഷങ്ങളൊക്കെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു തേജസ് ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ആ റൂമിനകത്തേക്ക് ആമേൻ ഒരു തേജസിന്റെ മഹത്വത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഹാലിലെ ശരീരത്തിലേക്ക് ആമേൻ എല്ലാ മഹത്വം ഇറങ്ങട്ടെ, തേജസ് ഇറങ്ങട്ടെ. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവിൽ സംസാരിച്ചു തുടങ്ങിയാട്ടെ. ആഗ്രഹിക്കുന്ന പ്രബാലിയ ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിന് മഹത്വം. അപ്പാ പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിന് മഹത്വം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ഇറങ്ങുന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കാതുകളെ, ഞങ്ങളുടെ ചിന്തകളെ എല്ലാം അവിടുത്തെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പ. അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി അപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തന്നെ തിരുനാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വചനചിന്തയിലേക്ക് കടക്കുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഹല്ലേലൂയ ഒരു വലിയ പ്രസംഗമല്ല, നമ്മൾ ഒരുമിച്ച് വചനം ഷെയർ ചെയ്യുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ബോധ്യമുള്ളപ്പോഴെല്ലാം, അങ്ങനെ ആത്മാവിന്റെ ചൈതന്യം എന്നിലേക്ക് ഇറങ്ങി വരുന്നു എന്ന ബോധ്യം വരുന്ന സമയത്തെല്ലാം ആത്മാവിൽ അതിനെ പിടിച്ചെടുക്കുക, റിസീവ് ചെയ്യുക. വചനത്തിന് മുൻപാകെ, ആത്മാവിന്റെ മുൻപാകെ സറണ്ടർ ചെയ്യുവാൻ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്തിന് വേണ്ടി കൊതിക്കുക. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനചിന്ത കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാണ്. ആമേൻ. സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ
നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത് നന്ദിയുള്ളവരുമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. വിശേഷാൽ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഉത്തർപ്രദേശിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് ഡോക്ടർ സൽസൺ ലൂക്കോസും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ മുൻപ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറി കുടുംബമാണ്. എന്റെ ഹസ്ബൻഡ് ഉത്തർപ്രദേശില് ഗോരഖ്പൂർ എന്ന സ്ഥലത്ത് ആമേൻ കർത്താവിന്റെ മഹത്വമേറിയ വേലയിലായിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സുവിശേഷ വിരോധികളാൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് UP, ഉത്തർപ്രദേശ്. അവിടെ നമുക്ക് ചർച്ച് മിനിസ്ട്രികളൊക്കെ ഉണ്ട്. വളരെ പ്രതിസന്ധികളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച് കടന്നു പോകുന്നത്. ആമേൻ. സ്തോത്രം. അവിടുത്തെ ചർച്ചില് അവിടുത്തുകാരൻ തന്നെ ആയിരിക്കുന്ന അനിൽ മസി എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ കുടുംബമാണ് അവിടുത്തെ ചർച്ചിലെ മിനിസ്ട്രികൾ ചെയ്യുക. അദ്ദേഹവും വൈഫും കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആമേൻ. സ്തോത്രം. ഇപ്പോൾ ചർച്ചിൽ നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഓൺലൈൻ മീറ്റിങ്ങുകൾ ഒക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശേഷാൽ നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നോർത്ത് ഇന്ത്യൻ മിഷണറിമാരെ എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽ കൂടെ ഞങ്ങളെയും കൂടെ ഓർക്കുക. ആമേൻ. സ്തോത്രം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വചനചിന്തയിലേക്ക് കടക്കാം. നമ്മളിവിടെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. ആമേൻ. അനവധി അഭിഷക്തന്മാരിൽ കൂടി അതിശക്തമായ ദൈവിക വെളിപ്പാടുകൾ, ആലോചനകളൊക്കെ നാം കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ദൈവവചനമാണ്. ഇന്ന് ഒരു പുതിയ ചിന്ത ആത്മാവ് നമുക്ക് കൈമാറട്ടെ. ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പീൻ. വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ അധരങ്ങൾ മനസ്സ് തുറന്ന വചനം പറയുക. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ആമേൻ. അധരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ, ക്രിസ്തുവിന്റെ സമാധാനം എന്റെ ഹൃദയത്തിൽ വാഴും. ആമേൻ. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം എന്റെ കുടുംബത്തിൽ വാഴും. ക്രിസ്തുവിന്റെ സമാധാനം എന്റെ തലമുറകളിൽ വാഴും. ക്രിസ്തുവിന്റെ സമാധാനം എന്റെ ജീവിത പങ്കാളികളിൽ വാഴും. ക്രിസ്തുവിന്റെ സമാധാനം എന്റെ മിനിസ്ട്രി മേഖലകളിൽ വാഴും. ഇങ്ങനെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്ന, ഡിക്ലെയർ ചെയ്യുന്ന, ആമേൻ, ആത്മാവിൽ ആമേൻ അഭിഷേകത്തോടെ ഈ വചനത്തെ ഡിക്ലെയർ ചെയ്യുവാൻ ചങ്കൂറ്റമുള്ളവരോടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കൊലോസ്യ എന്ന പട്ടണത്തിനകത്ത് ഇങ്ങനെ ഒരു ദൈവസഭ സ്ഥാപിച്ചപ്പോൾ ആമേൻ പൗലോസ് എന്ന അഭിഷക്തനാൽ സ്ഥാപിക്കപ്പെട്ട സഭയല്ല കൊലോസ്യ സഭ. എപ്പഫ്രാസ് എന്ന പൗലോസിന്റെ ശുശ്രൂഷകനായ ഒരു അഭിഷക്തനാൽ ആമേൻ സ്ഥാപിക്കപ്പെട്ട സഭയാണ് കൊലോസ്യ സഭ. പക്ഷേ പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസ് കൂടി അദ്ദേഹത്തിന്റെ നിജപുത്രനായ ഏറ്റവും സ്നേഹനിധിയായ ശിഷ്യനായ തിമോത്തിയോസും കൂടി ഒരുമിച്ച് എഴുതുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഈ കൊലോസ്യ സഭയ്ക്ക് അദ്ദേഹം ഈ ലേഖനം എഴുതുമ്പോൾ ഈ കൊലോസ്യ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ക്രിസ്തുയേശുവിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഈ ലേഖനം വർണ്ണിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സമ്പൂർണതയെ കുറിച്ച്, ക്രിസ്തുവിന്റെ പൂർണ്ണത ഒരുവനിൽ എങ്ങനെ വെളിപ്പെടും എന്നതിനെ കുറിച്ച് ആഴമായ വെളിപ്പാട് കൊലോസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാലൽ ഇന്ന് ഈ പ്രഭാതത്തിലും എന്നെ ശ്രവിക്കുന്ന ആമേൻ സ്തോത്രം പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നാം ക്രിസ്തുവിലാണെങ്കിൽ ഹല്ലേലൂയ, ക്രിസ്തുവിലുള്ള ഒരു പൂർണ്ണത നമ്മുടെ ലൈഫിൽ വെളിപ്പെടും എന്ന് വിശ്വസിക്കുക. ആമേൻ. ഇന്ന് നമ്മൾ ആ പൂർണ്ണതയ്ക്കകത്തേക്ക് ആത്മാവിൽ ഇറങ്ങുകയാണ്. ആമേൻ. ആ സമാധാനത്തിന്റെ പൂർണ്ണത, ഇന്ന് വരെ ഈ സമാധാനത്തിന്റെ ആമേൻ ഒരു അംശം പോലും അനുഭവിക്കുവാൻ പറ്റാത്ത ആമേൻ വ്യക്തികളായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിലോ കുടുംബ ജീവിതത്തിലോ ആമേൻ തലമുറകളുമായി ബന്ധപ്പെട്ടോ ഫിനാൻഷ്യൽ മേഖലകളോ ആരോഗ്യമോ ശുശ്രൂഷയോ എന്തുമാകട്ടെ, നിങ്ങളുടെ ആത്മീക വളർച്ച ഇതിനകത്തൊന്നും ഒരു പൂർണ്ണത, സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും സന്തോഷത്തിന്റെയും ഒരു പൂർണ്ണത നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു, നിന്റെ ലൈഫിലേക്ക് ഇതിന്റെ എല്ലാം ഒരു പൂർണ്ണതയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അരികിലേക്ക് നിന്നിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ ആ വാക്കുകളെ ഏറ്റെടുക്കുവാൻ കഴിയും? ആമേൻ. വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്ന് സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണമേ. ഇവിടെ
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് ആത്മാവിൽ പൗലോസ് പറയുമ്പോൾ ആമേൻ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അന്വേഷണം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ തിരിച്ചറിവ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വായിക്കാൻ നമുക്ക് കഴിയും. ആമേൻ, സാധിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പിന്നീട് നമ്മുടെ ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ അധ്യായം മുഴുവനും 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനങ്ങൾ വായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരുത്തന്റെ അന്വേഷണം, ചിന്ത, ആമേൻ, തിരിച്ചറിവ്, ഈ ജഡത്തെ ജയിക്കുന്നത്, ജഡീകമായ, ശാരീരികമായ, ആത്മീകമായ, മാനസികമായ മേഖലകളെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ജയിക്കണം, ഇങ്ങനെ ജയിച്ചു നിൽക്കുന്ന ഒരുവനോടാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ജഡത്തെ ജയിക്കുന്ന, ആമേൻ, മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ അതിനു മുൻപുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. നമുക്കറിയാം എന്താ ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ എന്ന് പറയുമ്പോൾ, വാഴ്ച എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയാ, അല്ലെ, ഒരു അധികാരമാണ്. വാഴുക എന്ന് പറഞ്ഞാൽ രാജവാഴ്ച, ഒരു രാജാവ് അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ള, അധികാരമുള്ള, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വാഴുന്നത്. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആമേൻ, നാം തന്നെ വിചിന്തനം ചെയ്യുക, നാം തന്നെ നമ്മുടെ ലൈഫിലേക്ക് നോക്കുക. എന്നിൽ വാഴുന്നത് ആരാണ്? ഹല്ലേലൂയ. എന്നിൽ വാഴ്ച എന്ന് പറഞ്ഞാൽ എന്നിൽ കർത്തൃത്വം നടത്തുന്നത്, എന്നിൽ അധികാരം നടത്തുന്നത്, എന്റെ കുടുംബത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ അധികാരം നടത്തുന്നത്, കർത്തൃത്വം നടത്തുന്നത്, വാഴ്ച നടത്തുന്നത് ആരാണെന്ന് വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുകയാണ്. ക്രിസ്തുവിന്റെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തുവിന്റെ സമാധാനം വാഴുന്നതിന് അല്ലെങ്കിൽ വരുന്നതിന് മുൻപ് ഈ സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കൂടി അവർ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെ? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമാധാനം വാഴുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയുന്നു? നമുക്ക് ആമേൻ, യെശയ്യാവിന്റെ പ്രവചനം ആമേൻ 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പൊസിഷനുകളെ കുറിച്ച് യെശയ്യാവ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ്, ഹല്ലേലൂയ, കേൾക്കുക, യേശു കർത്താവ് ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുകയാണ്, യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. യേശു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രവാചകൻ ആത്മനിയോഗത്തിൽ വിളിച്ചു പറയുകയാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഉറവിടമാണ് ആര്? യേശു ക്രിസ്തു. സമാധാനം നൽകുവാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ആ യേശു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ എന്ന് പരിശുദ്ധാത്മാവ് കൊലോസിയിലുള്ള സഭകളോട് മാത്രമല്ല, ആമേൻ, പൗലോസിന്റെ ലേഖനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകല മാനവ ജാതിക്കും വേണ്ടി ആമേൻ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധ വചനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ പ്രഭുവായ, സമാധാനത്തിന്റെ ഉറവിടമായ, സമാധാനത്തിന്റെ അധികാരിയായ ആ യേശു ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. അത് വാഴുന്നില്ല എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആ വാഴ്ചയ്ക്ക് വേണ്ടി കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ സമാധാനം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പൂർണ്ണത എന്നിൽ വെളിപ്പെടുന്നില്ല. പല മേഖലകൾക്കകത്തും ഞാൻ അസമാധാനത്തിനകത്താണ്. പല മേഖലകൾക്കകത്തും എനിക്ക് സ്വസ്ഥതയില്ല. എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എന്റെ മനസ്സിൽ സ്വസ്ഥതയില്ല, എന്റെ തലമുറകളെ കുറിച്ച് എനിക്ക് സ്വസ്ഥതയില്ല, എന്റെ കുടുംബജീവിതത്തിനകത്ത് എനിക്കൊരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ദൈവം ആവലാതിയോടെ, ആശങ്കയോടെ, വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നോട് ഈ പ്രഭാതത്തിൽ ഒരു ദൂത് കൈമാറുകയാ. ഈ സമാധാനത്തിന്റെ പ്രഭു നിന്നിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ എപ്പോൾ അതിനെ തിരിച്ചറിയുമോ, നീ ആ കുടുംബത്തിനകത്തേക്ക് ഈ സമാധാനത്തിന്റെ പ്രഭു വാഴുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ എപ്പോൾ അവനെ റിസീവ് ചെയ്യുവാനായിട്ട് റെഡിയാകുന്നുണ്ടോ, ഇന്ന് മുതൽ നിന്റെ ചരിത്രം മാറുകയാ. ഇന്ന് മുതൽ നിന്റെ ലൈഫ് മാറുകയാ. ഇന്ന് മുതൽ നിന്റെ ചിന്താഗതികൾ മാറുകയാ. ഇന്ന് മുതൽ നിന്റെ
എല്ലാ മേഖലകൾക്കകത്തും ആ പ്രഭുവിന്റെ കരം ചലിച്ചു തുടങ്ങും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാധാനത്തിന്റെ പ്രഭു എവിടെ നിന്നാ വന്നത്? ഹല്ലേലൂയ. നാം വചനത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിൽ കയറുകയാണ്. സമാധാനത്തിന്റെ പ്രഭു വന്നത് എവിടെയാണ്? ആ പ്രഭു എവിടെ നിന്നാണ് പുറത്തേക്ക് വരിക? ആ പ്രഭു എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. വേഗത്തിൽ ഒരു വചനത്തിലേക്ക് കയറാം. ഹല്ലേലൂയ. ആമേൻ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വചനം വേഗത്തിൽ വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനം. ഹല്ലേലൂയ. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. മതി. ശ്രദ്ധിച്ചേ. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്നും പ്രഭു ഉത്ഭവിച്ചു. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക. ആമേൻ. ശ്രദ്ധിച്ച. യഹൂദ ആമേൻ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിക്കും എന്നല്ല, ഉത്ഭവിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ആമേൻ ജനനത്തിനും എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപ് ആമേൻ വിശുദ്ധ വചനത്തിൽ, വിശുദ്ധ രേഖകളിൽ, പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് ആരുത്ഭവിച്ചു? പ്രഭു ഉത്ഭവിച്ചു. ആമേൻ. സ്തോത്രം. എന്താ യഹൂദ? യഹൂദയെ കുറിച്ച് നമുക്കറിയാം. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. ആ സ്തുതി എന്ന വാക്ക് അല്ലെങ്കിൽ യഹൂദ എന്ന വാക്ക് ആമേൻ. യഹൂദ എന്നത് യാക്കോബിന്റെ 12 മക്കളിൽ 4-ാമത്തെ മകനായ ആമേൻ ലേയയിൽ യാക്കോബിന് ജനിച്ച മകനായ യഹൂദ. ആ യഹൂദ എന്ന വാക്കിന് ആമേൻ സ്തുതി എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? യഹൂദ ജനിക്കുന്ന സമയത്ത് അവന്റെ അമ്മയായ ലേയ വളരെ വേദനയോടെ അവളുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുവന്നിരുന്നത് അല്ലെ? നമുക്കറിയാം. ലേയയെ അവളുടെ ഭർത്താവിന് ഇഷ്ടമായിരുന്നില്ല, അവളുടെ സഹോദരിക്ക് ഇഷ്ടമായിരുന്നില്ല. അവൾ അനിഷ്ട എന്ന് യഹോവ കണ്ടു എന്നാ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ചില സഹോദരങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാ. ആമേൻ. നിന്നെ കൊള്ളത്തില്ലെന്നും നിന്നെ ഒരു പ്രയോജനമില്ലെന്നും നീ ജീവിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ലെന്നും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നൊക്കെ ഒരുപക്ഷെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ നിനക്കെതിരെ വിധി എഴുതിയിട്ടുണ്ടാകാം, നിനക്കെതിരെ സംസാരിക്കുന്നുണ്ടാകാം. നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന്. ആമേൻ. ആമേൻ. ഇവളെ കൊണ്ട് ഒരു കാര്യം ഇല്ല, ഇവനെ കൊണ്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ ഒത്തിരി മേഖലകൾ ഉണ്ടാകാം. നീ പലരുടെയും കണ്ണുകളിൽ അനിഷ്ടയായിരിക്കാം, അനിഷ്ടനായിരിക്കാം. ആമേൻ. ആമേൻ. പലരുടെയും മുൻപിൽ, പല വ്യക്തികളുടെയും സമൂഹത്തിന്റെ ചർച്ചിലോ ആമേൻ എവിടെയൊക്കെയോ നീ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകാം. നിന്നെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയും ഇല്ലായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള ചിലതിനോട് ആത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാ. നിന്നെ ആമേൻ ആമേൻ ഒരു വലിയ തലമുറയ്ക്ക് ആമേൻ ആമേൻ വലിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ എന്നേക്കുമായി ഓർത്തിരിക്കുന്ന ഒരു പ്രഭുവിനെ പുറത്തെടുക്കുന്ന അസാധാരണമായി നിയോഗമുള്ള ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ ആത്മാവിൽ ചിലതിനെ ഒരുക്കിയെടുക്കുവാൻ ആമേൻ പരിശുദ്ധാത്മാവിൽ ആമേൻ ചിലതിനെ വാർത്തെടുക്കുവാൻ ആമേൻ നിന്നെ പരിശുദ്ധനായ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിനക്കതിനെ ആമേൻ റിസീവ് ചെയ്യുവാൻ കഴിയുമോ? ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും, ആവശ്യമില്ലെന്ന് പറഞ്ഞാലും, പ്രയോജനമില്ലെന്ന് പറഞ്ഞാലും, എന്നെ ആവശ്യമുള്ള ഒരുത്തനുണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കും. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ, ഒരുപക്ഷെ നിന്റെ തലമുറയെ നോക്കിയായിരിക്കാം പറഞ്ഞിരിക്കുന്നത്, ഇവനെ കൊണ്ട് കൊള്ളത്തില്ല, ഇവളെ കൊണ്ട് കൊള്ളത്തില്ല, ഇവൾ നന്നാവത്തില്ല, ഇവൻ നന്നാവത്തില്ല, ഇവൾ നന്നാവത്തില്ല എന്ന്. പക്ഷേ നീ ആത്മാവിൽ പറയാ, എന്റെ തലമുറ ആമേ സ്തുതിക്കുന്ന തലമുറയായി എഴുന്നേറ്റ് വരുമെന്ന് ഡിക്ലെയർ ചെയ്യ്, ആത്മാവിൽ പ്രഖ്യാപിക്ക്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഇവിടെ ഹല്ലേലൂയ 4-ാമത്തെ മകനായ യഹൂദ ജനിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ സന്തോഷിച്ചുകൊണ്ട് പറയണം, ഞാൻ എന്റെ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് യഹൂദ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ആ പേരിൽ തുടങ്ങുകയാണ്
യഹൂദയിലുള്ള മാറ്റങ്ങൾ. മനസ്സിലായോ? ആമേൻ ആമേൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആമേൻ ആമേൻ. സ്തുതിക്കുന്ന ഒരാളാണ് നീ എങ്കിൽ, ആമേൻ, ദൈവത്തിന് വേണ്ടി നിന്റെ സമയങ്ങളെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, രാവും പകലും കണ്ണുനീരോടെ ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും വചനത്തിനും നീ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആമേൻ, നിന്റെ അകത്തുനിന്ന് ആത്മനിയോഗമുള്ള ഒരു തലമുറ പുറത്തു വരും. ആമേൻ. സ്തുതിക്കുന്ന നിന്റെ തലമുറ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ആമേൻ. ആരാധിക്കുന്ന നിന്റെ തലമുറയെ എന്റെ കർത്താവ് നശിക്കുവാൻ അനുവദിക്കത്തില്ല. ആമേൻ. ആ തലമുറ പ്രസിദ്ധനായ, അവിടെ പറയണ, യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. ഹാലല. സ്തുതിക്കുന്നവനെ നോക്കി, ആരാധിക്കുന്നവനെ നോക്കി, ദൈവിക കാര്യങ്ങളിൽ ആമേൻ ആമേൻ നിറഞ്ഞ മനസ്സോടെ, ആമേൻ, ദൈവിക കാര്യങ്ങളിൽ വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ, ആത്മിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ചിലരോട് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, നിന്നോട് ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കുകയാണ്, നീ മറ്റെല്ലാവരെക്കാളും, നിന്റെ സഹോദരങ്ങളെക്കാൾ, ആമേൻ, നിന്റെ സ്നേഹിതരെക്കാൾ, ആമേൻ, നീ പ്രബലനായി എന്ന് പറഞ്ഞാൽ, പ്രബലൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റാർക്കും കീഴടക്കാൻ പറ്റാത്ത, മറ്റാർക്കും ഒതുക്കി വെക്കുവാൻ കഴിയാത്ത, ശക്തനായ, ബലമുള്ള, ആമേൻ, എല്ലാ മേഖലകളിലും കരുത്തുള്ള ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവിൽ ഒരു ദൂത ചിലരോടൊക്കെ കൈമാറുകയാണ്. ഹല്ലേലൂയ. ജീബാല സഞ്ചല പ്രബൽക്കമനാദിയാന്തരേ. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു അമ്മ ആ പേരിട്ടപ്പോൾ മുതൽ അവന്റെ ലൈഫിൽ, അവന്റെ ചരിത്രം മാറി തുടങ്ങിയതാ. ഹല്ലേലൂയ. ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് ആമേൻ മാതാവ് പറഞ്ഞപ്പോൾ തന്നെ, എന്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തലമുറ ഒരുപക്ഷേ ആമേൻ നീ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടി വരുന്നില്ലായിരിക്കാം. നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കാം അവന്റെ യാത്ര, അവളുടെ യാത്ര, അവളുടെ ജീവിതം. പക്ഷേ ആമേൻ ആമേൻ, പ്രതീക്ഷ കൈവിടരുത്. നീ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ തലമുറ മറ്റാരെക്കാളും ഉയർന്നു വരുമെന്ന് വിശ്വസിക്ക്. നീ ആത്മാവ് നിയോഗത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ തലമുറ നാശത്തിലേക്ക് പോകത്തില്ലെന്ന് വിശ്വസിക്ക്. ആമേൻ ആമേൻ ആമേൻ. ആ തലമുറയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമെന്നും, അവൻ പ്രബലനായ ഒരു വ്യക്തിയായി, അവൻ ശക്തനായ ഒരു പോരാളിയായി, അവൻ ആർക്കും കീഴടക്കുവാൻ പറ്റാത്ത ആത്മനിയോഗമുള്ള ഒരു യോദ്ധാവായി പുറത്തു വരുമെന്ന് നീ ആത്മാവിൽ വിശ്വസിക്കുമോ? ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്നവനോട് പറയാണ്, നിന്റെ തലമുറകളിൽ വരുന്ന ചേഞ്ചുകളെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേർ ആത്മാവിൽ വചനം റിസീവ് ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ ആമേൻ. ഹാലല്. പരിശുദ്ധാത്മാവ് നമ്മളോട് യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് ആരുത്ഭവിച്ചു? പ്രഭു ഉത്ഭവിച്ചു. നമുക്കറിയാം യഹൂദ എന്നത്, ആമേൻ, ഞാൻ പറഞ്ഞു യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളാണ് യഹൂദ. ഈ ഹാലലി അവൻ അത്ര നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല, അല്ലെ? യോസേഫ് എന്ന അനിയനെ ആമേൻ ആമേൻ പൊട്ടക്കിണത്തിൽ തള്ളിയിടുമ്പോഴും, ആമേൻ 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 അവിടെ അടിമയായി വിൽക്കുമ്പോഴും എല്ലാം ഇദ്ദേഹവും കൊണ്ട് കൂട്ടു നിൽക്കുന്നുണ്ട്. സഹോദരനെ ആമേൻ ഉപദ്രവിക്കുമ്പോഴും, സഹോദരനെ ആമേൻ ആമേൻ ഒറ്റപ്പെടുത്തുമ്പോഴും, അടിമയായി കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ കൂടെ നിന്ന വ്യക്തിയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കഴിവുകളൊന്നുമല്ല, പ്രശ്നക്കാര് തന്നെയാ. ആമേൻ ആമേൻ. ആത്മാവിലൊന്ന് നോക്കിയാൽ ആമേൻ ഒന്നിനും കൊള്ളത്തില്ലാത്തവരാ. കൃപയാലാണ് നിൽക്കുന്നതെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. നിന്നെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ ആമേൻ സംഭാഷണങ്ങളും ജീവിത രീതികളും ആമേൻ ആമേൻ ഒരു യോഗ്യതയുമില്ലാത്ത, ആമേൻ ഒരു കഴിവുമില്ലാത്ത, ആമേൻ ആമേൻ ആത്മാവെന്ന് നമ്മളെ ശോധന ചെയ്താൽ ആ ദൈവസന്നിധിയിൽ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത നാം കൃപയാൽ നിൽക്കുന്നതാ. ഇവന്റെ മേൽ ആ കൃപ ഇറങ്ങി വന്നതുകൊണ്ട്, ആമേൻ ആമേൻ, ആ മാതാവിന്റെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് മനസ്സിലായി. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമാ നീ ഇങ്ങനെ നിൽക്കുന്നത്, ആരുടെയൊക്കെ ഉപവാസത്തിന്റെ ഫലമാ നീ ഇങ്ങനെ നിൽക്കുന്നത്, ആരൊക്കെയോ ഇടിവുകളിൽ കയറിയത് കൊണ്ടാ നീ ഇങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കുന്നത്, നീ ഇങ്ങനെ ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയായി മാറിയത്. അനേകരുടെ കണ്ണുനീരാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. അനേകരുടെ പ്രാർത്ഥനയാണ്. അനേകർ നെടുമ്പാട് വീണതുകൊണ്ടാ. അനേക മാതാപിതാക്കൾ ആമേൻ രാപ്പകൽ, ആമേൻ നമ്മുടെ മാതാപിതാക്കൾ രാപ്പകൽ കണ്ണുനീരോടെ ആമേൻ നെടുവീർപ്പെട്ടത് കൊണ്ടാ, കരഞ്ഞത് കൊണ്ടാ, അവരുടെ ആരോഗ്യമൊക്കെ ദൈവസന്നിധിയിൽ ആമേൻ ഊറ്റിയത് കൊണ്ടാണ് ഇന്ന് നീ ഇങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. കൃപയാൽ, കൃപയാൽ.
ഇങ്ങനെ ആ യഹൂദയായ ആ സഹോദരൻ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും അവൻ അത്രയും നല്ല കൊള്ളുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ അവന്റെ മേലൊരു അനുഗ്രഹം വന്ന് വീണിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, വായിക്കാൻ നമുക്ക് സമയമില്ല. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിനകത്ത് പിതാവായ ഇസഹാക്ക് തന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ യഹൂദയോട് പറയുന്ന ഒരു അനുഗ്രഹ വാചകം, അത് നമുക്ക് വേഗത്തിൽ വായിച്ച് അതിനകത്ത് 1-2 ചിന്തകൾ ആത്മാവിൽ കൈമാറുവാൻ ആഗ്രഹിക്കുക. വേഗത്തിൽ എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വേഗത്തിൽ വരാം. ഹല്ലേലൂയ. യഹൂദായെ യഹൂദന്മാർ നിന്നെ പുകഴ്ത്തും. 49 അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. 9-10 വാക്യങ്ങൾ. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. ആമേൻ. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നവനായ ആമേൻ ദൈവം മുൻപാകെ ആമേൻ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇതിന്റെ ആത്മീക മർമ്മങ്ങൾ നിങ്ങൾ ആമേൻ റിസീവ് ചെയ്യണമേ. ഇവിടെ യഹൂദയെ കുറിച്ച് അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറയുന്നത് യഹൂദ ഒരു ബാലസിംഹം. ആമേൻ ആമേൻ. മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം ഇതാണ്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തു എവിടെ നിന്നാണ് വന്നത്? ആമേൻ ആമേൻ. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് ആര്? യേശു ക്രിസ്തു. യഹൂദ ഗോത്രത്തിലെ സിംഹം ഇപ്പോഴെവിടെയായിരിക്കുന്നത്? ആമേൻ. ക്രിസ്തു നമ്മുടെ കൊലോസി ലേഖനം ആമേൻ 1-ാം അധ്യായത്തിൽ പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ യഹൂദനിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന് സമാധാനത്തിന്റെ പ്രഭുവായ ആമേൻ ക്രിസ്തു ഉത്ഭവിച്ചു. ആമേൻ. സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നു. ഈ യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന ക്രിസ്തു ആമൻ എവിടെയാണ്? ആമൻ സ്തുതിക്കുന്നവന്റെ അകത്ത്, ആമേൻ ആമേൻ ആരാധിക്കുന്നവന്റെ അകത്ത്, ആമേൻ പരിശുദ്ധാത്മ നിയോഗത്തിനകത്തൂടി സഞ്ചരിക്കുന്നവന്റെ അകത്ത്, വിശ്വാസത്താൽ നടക്കുന്നവന്റെ അകത്ത്, പ്രാർത്ഥന പോരാളികളുടെ അകത്ത്, ഇങ്ങനെ വചനത്തിനകത്തൂടി സഞ്ചരിക്കുന്നവന്റെ അകത്ത് ക്രൈസ്റ്റ് ഇരിക്കുന്നു എന്ന ഒരു വെളിപ്പാടിനകത്തേക്കാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഹൂദയെ കുറിച്ച് പറയാണ്. യഹൂദ ഒരു ബാലസിംഹം. എന്താ ബാലസിംഹം? ബാലസിംഹം എന്ന് പറഞ്ഞാൽ അടുത്ത സിംഹം എന്ന് പറയുന്നത് രാജാവ്, അല്ലെ? രാജാവ്, രാജ്യത്വത്തെ കാണിക്കുന്നതാണ്. യേശുവാണ് രാജാവ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ രാജാതിരാജാവായതുകൊണ്ട്. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ഇടയന്മാരെല്ലാം യേശുവിന്റെ ജനന സമയത്ത് യേശുവിനെ ആമേൻ ആമേൻ ശിശുവിനെ കാണുവാൻ വരുമ്പോൾ രാജാവിന് കൊടുക്കേണ്ടതും ശിശുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചത്. മനസ്സിലായോ? അവൻ രാജാതിരാജാവായിട്ടാണ് നിന്റെ ഹൃദയത്തിനകത്ത് വാഴുന്നത്. അവൻ രാജാതിരാജാവ്, കർത്താതി കർത്താവ്. അതുകൊണ്ട് നിന്റെ അകത്തിരിക്കുന്ന രാജാവിനെ ആമേൻ വെല്ലാൻ കഴിയുന്ന ഒരുത്തനും ഇല്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയണം. അവൻ വാഴ്ച തുടങ്ങിയാൽ നിന്റെ സമാധാനത്തെ കെടുത്തുന്ന, നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാറ്റിനെയും കീഴടക്കുവാൻ പറ്റുന്ന, എല്ലാറ്റിനെയും ചവിട്ടി മെതിക്കുവാൻ പറ്റുന്ന ഒരു രാജ അധികാരം നിന്റെ അകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ വചനത്തെ റിസീവ് ചെയ്യാൻ കഴിയും? എന്റെ അകത്തിരിക്കുന്നവൻ രാജാതിരാജാവ, എന്റെ അകത്തിരിക്കുന്നവൻ കർത്താതി കർത്താവ. അവനെ തകർക്കുവാൻ കഴിയുന്ന, എന്നെ തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഇല്ലെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരോട് പറയാണ്, ഈ രാജാവിന്റെ അധികാരം നിന്നിൽ നിന്ന് പുറപ്പെടുകയാ. ഹല്ലേലൂയ. യഹൂദ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. നീ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീരുന്ന ഒരു ടൈമിനെ കുറിച്ച് ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ബിജോയി ജമ്മുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറുകയോ. റാബ്ചി ലെബർ ഖനക സബ്ജലാദിയ ആംചെ ലെബൽ കമനക സൈദ പ്രമണ്ഡൽ ജാലവൈഢരാദിയാന്തരെ. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. യബ്ബസിനെ കുറിച്ച് പറയുന്നു, യബ്ബസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. ഇവിടെയും ആമൻ വ്യസനയായ
വ്യസനപുത്രിയായ അല്ലെങ്കിൽ വേദനയോടെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു ലേയുടെ മകനാണ് യഹൂദ. ആമൻ. അവൾ വളരെ വേദനയോടെ അവളുടെ കുടുംബജീവിതം മുൻപോട്ട് നയിച്ചത്. അങ്ങനെ വേദനയുടെ പുത്രനായിരുന്നു യഹൂദ. പക്ഷേ യഹൂദ ജനിച്ചപ്പോൾ അവളുടെ അകത്തൊരു ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു. അവളുടെ അകത്ത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു പ്രേരണ. ആമൻ. യെബേസിന്റെ സ്ഥിതിയെ മാറ്റിയതുപോലെ, യഹൂദയെ പ്രബലനാക്കി മാറ്റിയതുപോലെ, നിന്റെ ലൈഫിനകത്ത്, നിന്റെ മിനിസ്ട്രിക്കകത്ത്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കകത്തും ആത്മാവിന്റെ അസാധാരണമായ ഒരു ഇടപെടൽ നടക്കുന്ന വർഷമായിരിക്കും 2026. നിന്റെ അധരങ്ങൾക്കകത്തൂടെ പുറത്തു വരുന്ന പ്രഭുവിന്റെ വാക്കുകൾ, അതോറിറ്റിയുടെ വാക്കുകൾ, അധികാരത്തിന്റെ വാക്കുകൾ നിന്റെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് കേൾക്കുന്നവൻ മനസ്സിലാക്കത്തക്ക രീതിയിൽ, അവൻ അനുഭവിക്കത്തക്ക രീതിയിൽ, ചില ദേശങ്ങൾ പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ പ്രഭുവിന്റെ അതോറിറ്റി നിന്റെ അകത്തു നിന്ന് വെളിപ്പെടുമെന്ന് ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിനക്കൊരു പ്രവചന ദൂത് കൈമാറുകയാ. സമാധാനത്തിന്റെ പ്രഭു നിന്റെ അകത്ത് വാഴുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ചില മനുഷ്യന്റെ വാക്കുകൾക്ക് മുൻപിൽ നീ അസമാധാനത്തോടെ ഇരിക്കുന്നു? പിന്നെ എന്തുകൊണ്ട് ചില പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾക്കകത്ത് നീ നെടുവീർപ്പെടുന്നു? ആത്മാവ് നിന്നോട് ഈ പ്രഭാതത്തിൽ ശക്തമായി സംസാരിക്കുകയാ. വ്യക്തികളെ അല്ല നോക്കേണ്ടത്, സമൂഹത്തെ അല്ല നോക്കേണ്ടത്, നിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു സാഹചര്യത്തെയും അല്ല നോക്കേണ്ടത്, നിന്റെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയ്. ഹല്ലേലൂയ. ബാസാനിയെ റഗൽക്കനെ അധരമനഗടക രഗൽക്കമനാദി അന്ധരാദിയ. രക്തത്താൽ ജയമെടുക്കുകയാ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്, യഹൂദയുടെ യഹൂദയിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ആ പ്രഭു പുതിയ നിയമ റെവലേഷനകത്ത്, പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നീ, കാൽവറി ക്രൂശിൽ അറക്കപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്ന നീ, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന നീ, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നീ, നിന്റെ അകത്താണ് അവൻ ഇരിക്കുന്നത്. ഈ പ്രഭു നിന്റെ അകത്താണ്. അതുകൊണ്ട് നിന്റെ അകത്തു നിന്ന് സമാധാനമായിരിക്കണം പുറത്തു വരേണ്ടത്. ഹല്ലേലൂയ. മനസ്സിലായി. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ ജനന സമയത്ത് യേശു ജനിക്കുമ്പോൾ ഇടയന്മാർക്ക് പ്രത്യക്ഷനായി ദൂതന്മാർ പാടുക, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? സമാധാനം കൊണ്ട് വന്നവനാ. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തനെയും അസമാധാനത്തിന്റെ വിത്തുകൾ പാകുവാൻ, ആ സമാധാനത്തിന്റെ പ്രഭുവിലായിരിക്കുന്ന ഓരോരുത്തന്റെ മേലും ആ സമാധാനത്തെ കെടുത്തുന്ന ഒരു നെഗറ്റീവ് സ്പിരിറ്റും ആധിപത്യം പുലർത്തുവാൻ അനുവദിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ അകത്തു നീ സമാധാന പ്രഭു അനേക കുടുംബങ്ങൾക്കകത്തേക്ക് ചെല്ലണം, അനേക വ്യക്തികളിലേക്ക് ചെല്ലണം. സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുടുംബങ്ങൾ, സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുടുംബ ജീവിതങ്ങൾ, സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ, സമാധാനമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന കൊല്ലും കൊലപാതകങ്ങളും നടത്തുവാൻ റെഡിയായിട്ടിരിക്കുന്നതിനെ ആത്മാവിൽ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് ആ വ്യക്തികൾ അരികിലേക്ക്, ആ കുടുംബങ്ങൾക്കകത്തേക്ക്, ആ ദേശത്തേക്ക് ഈ ആത്മശക്തിയോടെ പാഞ്ഞു ചെല്ലുന്ന പ്രബലനായ ഒരു യഹൂദയായി നീ മാറണം. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആരാധന മനഃശന്തരെ. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. ഹല്ലേലൂയ. എനിക്കറിയാം ഒരു വലിയ പ്രസംഗമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട്, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇത് ഞാൻ മുൻകൂട്ടി പഠിച്ചു വെച്ചതൊന്നുമല്ല. ആത്മാവിന്റെ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുകയാ. ശ്രദ്ധിച്ചേ. ഈ സമാധാനത്തിന്റെ ഉറവിടമായ ക്രൈസ്റ്റ് നമ്മുടെ അകത്താണെന്ന് തിരിച്ചറിയുക. ഇവിടെ യഹൂദ സ്തോത്രം 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 മറ്റുള്ളവരെക്കാളെല്ലാം പ്രബലനായി തീർന്നു. നമുക്കറിയാം. ശ്രദ്ധിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിനകത്ത് കനാൻ ദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, കനാൻ ദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി യോശുവയുടെ മരണത്തിന് ശേഷം പോകുമ്പോൾ യഹോവയായ ദൈവത്തോട് ചോദിക്കുക, ആരാ മുൻപിൽ പുറപ്പെടേണ്ടത്? കർത്താവ് യഹോവയായ ദൈവം പറയാണ്, യഹൂദ മുൻപിൽ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച്, അവര് യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് പോലുമില്ല. ശ്രദ്ധിക്കുക. ആര് പുറപ്പെടണമെന്നുള്ള ചോദ്യത്തിന് യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം ആത്മനിയോഗത്തിൽ സമർപ്പണത്തോടെ നിൽക്കുന്നവരോട് പറയണേ, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ, അവരുടെ എന്നല്ല,
മനസ്സിലായോ? അവന്റെ കയ്യിൽ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തുതിക്കുന്ന ദൈവം മുൻപാകെ വിശ്വസ്തയോടെ നിൽക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന, ഈ മഹത്വമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച ചിലതിനോട് ആത്മാവിൽ കൈമാറുകയോ ആമൻ യുദ്ധത്തിന് മുന്നണി പോരാളിയായി ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മുന്നണി പോരാളിയായി ആമൻ അവൻ നിന്നെ നിർത്തിയിരിക്കുകയാ. അവിടെ പറയാണ്, ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ ആമേൻ. ഏൽപ്പിക്കും എന്നല്ല, വിശ്വസിക്കുക, വിശ്വസിക്കുക. നീ എന്ത് വിശ്വസിക്കുന്നുവോ നിന്റെ കയ്യിൽ ആ കുടുംബത്തെ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്ക്. നിന്റെ കയ്യിൽ ആ വ്യക്തിയെ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്ക്. നിന്റെ കയ്യിൽ ആ ദേശത്തെ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്ക്. നിന്റെ കയ്യിൽ ആ രാജ്യത്തെ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്ക്. നിന്റെ കയ്യിൽ ഈ മിനിസ്ട്രിയെ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്ക്. നിന്റെ കയ്യിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടെന്ന് വിശ്വസിക്ക്. നിന്റെ അകത്തിരിക്കുന്നവനെ കൊണ്ട് അത് കഴിയുമെന്ന് വിശ്വസിക്ക്. ഇങ്ങനെ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കുന്ന യഹൂദയെ ആത്മാവിൽ പറയാം, നീയാണ് മുൻപിൽ നിൽക്കേണ്ടത്. ആമൻ. 11 സഹോദരങ്ങളുണ്ട്, അവരുടെ തലമുറകളുണ്ട്. പക്ഷേ ആമൻ യഹോവയായ ദൈവത്തിന് വേണ്ടി ആമൻ ജീവിക്കുന്ന, മറ്റെല്ലാം മറന്ന്, ജോലി മറന്ന്, ആമൻ ജീവിതത്തിന്റെ എല്ലാ സന്തോഷകരമായ അനുഭവങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആമൻ ഒത്തിരി മേഖലകളെ വെട്ടിപ്പിടിക്കാമായിരുന്നു. ഏറ്റവും സന്തോഷകരവും സമാധാനപൂർണമായ ആമൻ ലൈഫ് നയിക്കാമായിരുന്നു. യേശുവിന്റെ നാമനിമിത്തം, കർത്താവിന്റെ ഇഷ്ടം നിമിത്തം അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുവാൻ, ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുവാൻ ആമൻ ആത്മാവിൽ സമർപ്പണത്തോടെ നിൽക്കുന്ന ചിലതിനോട് പറയുകയോ ആമൻ നിന്നെ മുന്നണി പോരാളിയാക്കി നിർത്തിയിട്ട് ആമൻ പൈശാചികമായ ചില മേഖലകളെ ആത്മാവിൽ കീഴടക്കുന്ന പ്രബലനായ ഒരു യോദ്ധാവായി, ശക്തനായ ഒരു പോരാളിയായി യഹൂദയെ നിന്നെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാ നിന്നെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ആലൽ ഒരിക്കലും നീ തകർന്നു പോകത്തില്ല. ഇത് നിന്നെ ഉടച്ചു കളയുവാനുള്ള പ്രശ്നമല്ല. മനസ്സിലായോ? ഇത് നിന്റെ മിനിസ്ട്രിയെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലെന്ന് മനസ്സിലായി. നീ ഇതിനെ അതിജീവിക്കും. നീ ഇതിനെ ആത്മാവിൽ ചാടിക്കിടക്കും. ആമേൻ ആമേൻ ആമേൻ. ഒരു പുതിയ നിയമ റെവല്യൂഷനിലേക്ക് വന്നിട്ടില്ലാത്ത, യേശുവിനെ കുറിച്ചുള്ള ആമേൻ ആമേൻ ആഴമായ വെളിപ്പാട് കിട്ടിയിട്ടില്ലാത്ത ദാവീദ് വിളിച്ചു പറഞ്ഞു, ആമേൻ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് നിന്റെ അകത്ത്, സമാധാനത്തിന്റെ പ്രഭു നിന്റെ അകത്ത്. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥനയുടെ വീര്യം കൊണ്ടല്ല, നിന്റെ ഉപവാസം കൊണ്ടല്ല, നിന്റെ അകത്തിരിക്കുന്നവന്റെ വലിപ്പം, നിന്റെ അകത്തിരിക്കുന്നവന്റെ മഹത്വം. റാബ്ഷാനഗസ്യ ശൈല ജോഷി പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാ. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പറയാ, നിന്റെ അകത്തിരിക്കുന്നവന്റെ മഹത്വമാ വെളിപ്പെടുവാൻ പോകുന്നത്. നിന്റെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് അവനാ നിന്നെ പ്രബലനാക്കുന്നത്. അവന്റെ ശക്തിയാ നിന്നിൽ നിന്ന് പുറത്തു വരുന്നത്. ആ ശക്തി എന്താണെന്ന് തെളിയിക്കുവാൻ നീ കേവലം ഒരു സ്ത്രീയല്ല, നീ ഒരു പെണ്ണെന്ന ആമേൻ 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 ആ ഒരു പരിഗണനയ്ക്കകത്തല്ല. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇറങ്ങി വരുന്നവനിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, യവനെന്നോ യഹൂദനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല എന്ന് നീ എപ്പോൾ ആഴമായി വിശ്വസിക്കുമോ ക്രിസ്തുവിന്റെ പുരുഷത്വം വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിന്റെ മഹത്വം എന്ന പുരുഷത്വം വെളിപ്പെടുത്തുന്ന അസാധാരണമായ നിയോഗമുള്ള ഒരു വ്യക്തിയാണ് നീ എന്ന ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞാൽ അതിനെ എത്ര പൂർണ്ണതയോടെ റിസീവ് ചെയ്യുവാൻ നീ ആത്മാവിൽ റെഡിയാകുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഒരു അനോയിന്റിംഗ് യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ കൈമാറുകയാ. ധൈര്യത്തോടെ ചില കുടുംബങ്ങൾക്കകത്തേക്ക് പാദം വെക്ക്. ആത്മനിയോഗത്തോടെ ഈ കുടുംബത്തിന് സമാധാനം എന്ന് പറ. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞയക്കുമ്പോൾ പറയാ, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ എവിടെ എന്താ വേണ്ടത്? ഈ കുടുംബത്തിന് സമാധാനം. എന്താ ആ സമാധാനത്തെ കെടുത്തുന്ന എന്തൊക്കെ നെഗറ്റീവ് സ്പിരിറ്റുകൾ ആ കുടുംബത്തിനകത്ത് വാഴുന്നുണ്ടെങ്കിലും നിന്റെ അകത്ത് വാഴുന്നവനാണ് അവിടെ ആധിപത്യം. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ അകത്ത് വാഴുന്നവനാണ് അതോറിറ്റി ഉള്ളവൻ. അവിടെ വാഴുന്നത് എത്ര ഭയാനകമായ നെഗറ്റീവ് സ്പിരിറ്റ് ആയാലും, ഇരുട്ടിന്റെ വ്യാപാരമായാലും, നിന്റെ അകത്തിരിക്കുന്നവൻ ആ ഇരുട്ടിന്റെ എല്ലാ പ്രവർത്തികളെയും തകർത്തവനാ. നിന്റെ അകത്തിരിക്കുന്ന പ്രഭു കാൽവറിയിൽ പിശാചിന്റെ സകല ആയുധങ്ങളെയും വെപ്പിച്ചവനാണെന്ന് തിരിച്ചറിഞ്ഞോളണം.
അവന്റെ തലയെ തകർത്തവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. അവന്റെ ശക്തിയാ നിന്റെ അകത്തിരിക്കുന്നത്. ആ മഹത്വമാ നിന്നിൽ കൂടി പുറത്തു വരേണ്ടത്. ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്ന യഹൂദന്മാരോട്, ഇങ്ങനെ വിശ്വസിക്കുന്ന പ്രാർത്ഥനാ പോരാളികളോട്, ഇങ്ങനെ ആരാധിക്കുന്ന, ഇങ്ങനെ സമയങ്ങൾ വേർതിരിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന ചിലരോട് പറയുകയാണ്, നിന്നെ ദൈവരാജ്യത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നിന്നെ എന്റെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആവശ്യമുണ്ട്. എത്ര പേർ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീബാലബശംധല പ്രബല. ഞാൻ പറഞ്ഞു, യഹൂദ ഒരു ബാലസിംഹം. ബാലസിംഹം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത രാജ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുന്നവൻ, അല്ലെ? ആമേൻ, സ്തോത്രം. അവന്റെ അകത്ത് ആ ഒരു പ്രൗഢിയുണ്ട്, അവന്റെ അകത്ത് ആ ഒരു ധൈര്യമുണ്ട്. നെക്സ്റ്റ്, ആമൻ, എന്റെ ടൈമാ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ടൈമാണ്. അടുത്തത് എന്റെയാ. ആമൻ. ബാലസിംഹം എന്താ? ആമേൻ, സ്തോത്രം. അവന് എത്ര വലിയ, അവന് അസാധാരണമായ ശക്തിയുണ്ട്. ആമേൻ, ആമേൻ. ഭാവിയിൽ വരാനുള്ളൊരു രാജാവാണ്. ആമേൻ. ശത്രുവിനെ എപ്പോഴും ജാഗ്രതയോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല യോദ്ധാവാണ് ബാലസിംഹം. നിന്റെ അകത്തിരിക്കുന്ന ബാലസിംഹം. ആമേൻ, ആമേൻ, ആമേൻ. പിശാച് ഏത് വഴിയിൽ കൂടി വന്നാലും, അവൻ ഏതൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും, നിന്റെ മിനിസ്ട്രിക്കെതിരായിട്ട്, നിന്റെ ആരോഗ്യത്തിനെതിരായിട്ട്, നിന്റെ യാത്രകൾക്കെതിരായിട്ട്, തലമുറകൾക്കെതിരായിട്ട്, കുടുംബത്തെ നോക്കിയൊക്കെ അവൻ മെനയുന്ന സകല തന്ത്രങ്ങളെയും, അവന്റെ സകല പദ്ധതികളെയും ആത്മാവിൽ പ്രാർത്ഥനാ റൂമിനകത്ത് തിരിച്ചറിയുന്ന ഒരു ബാലസിംഹമായി മാറ്. അതിനെ ആത്മാവിൽ നേരിടുന്ന ഒരു അഭിഷേകം ആമേൻ നിന്റെ അകത്തുനിന്ന് പുറത്തു വരട്ടെ. ആമേൻ, ആമേൻ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ച് ഓടി നടക്കുന്ന ഒരു വ്യക്തിയല്ല. നിന്റെ അകത്തു തന്നെ ഈ പ്രഭു വാഴുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നെഗറ്റീവ് സ്പിരിറ്റിന്റെ ആധിപത്യങ്ങളെ ആത്മാവിൽ കീഴടക്കിയിട്ട് നിന്റെ മുൻപിൽ ആമേൻ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, നിന്നോട് പറഞ്ഞ ദൈവിക ആലോചനയിലേക്ക്, നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ നിയോഗത്തിനകത്തേക്ക്, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയാൽ മുൻപോട്ടോട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, യഹൂദയിൽ നിന്നാണ് ക്രിസ്തു എന്ന രാജാതി രാജാവ് പുറപ്പെട്ടത്. ആ യഹൂദയാണ് നാം ഓരോരുത്തരും സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, വചനത്തിനകത്ത് ജീവിക്കുന്ന. നമ്മുടെ അകത്തു നിന്ന് ഈ ക്രൈസ്റ്റിന്റെ റെവലേഷനുകൾ പുറത്തു വരുമ്പോൾ, ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ, മറഞ്ഞിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ ആമേൻ പുറത്തു വരുമ്പോഴാണ് ആമേൻ സമാധാനം വാഴുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ യഹൂദയെ കുറിച്ച് പറയാനായിട്ടുള്ള മെയിൻ ആയിട്ട് കാരണം, ഹല്ലേലൂയ, ഈ സ്തുതി യഹൂദ എന്ന ആ ഒരു വ്യക്തിയുടെ പേരായിരുന്നുവെങ്കിലും അത് പിന്നീട് എന്തായി മാറി? ആമേൻ, അതൊരു ഗോത്രത്തിന്റെ പേരായി മാറി. യഹൂദ, ഇസ്രായേൽ എന്ന 2 ഗോത്രങ്ങൾ. അതിൽ യഹൂദ എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, ഒരു വ്യക്തിക്ക് വേണ്ടി ഇട്ട പേരാണ്. പക്ഷെ അതൊരു ഗോത്രത്തിന്റെ പേരായി മാറി. പിന്നീട് എന്തായി മാറി? ആമേൻ, അതൊരു ജനതയുടെ പേരായി മാറി. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതം, ആമേൻ, നിനക്ക് വേണ്ടിയല്ല, അനേകർക്ക് വേണ്ടി. ആമേൻ, ആമേൻ. നിന്റെ പേരിൽ ഒരു ജനറേഷൻ അറിയപ്പെടുന്ന രീതിയിൽ, നിന്റെ പേരിൽ ആത്മനിയോഗത്തോടെ ഒരു തലമുറ വാർത്തെടുക്കുന്ന രീതിയിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. യഹൂദ ഒരു ജനതയുടെ പേരായി. ഒരമ്മ ആമേൻ വേദനയോടെ മക്കളെ പ്രസവിക്കുമ്പോൾ, 4ാമത്തെ മകൻ ആമേൻ, 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 അവനെ പ്രസവിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ അനിഷ്ടയായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവിന് അത് കാണുവാൻ കഴിഞ്ഞില്ല, എന്റെ സ്നേഹിതർക്ക് കാണാൻ കഴിഞ്ഞില്ല, എന്റെ അപ്പനോ അമ്മയ്ക്കോ എന്റെ കൂടപ്പുറപ്പിനോ എന്റെ ബുദ്ധിമുട്ട്, എന്റെ സങ്കടം കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ കണ്ട ഒരുവൻ, അവനെ ഞാൻ ഓർക്കുന്നു, അവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആ തലമുറയ്ക്ക് യഹൂദ എന്ന പേരിടുമ്പോൾ അവൾ ഒരിക്കലും വിശ്വസിച്ചില്ല അവളുടെ തലമുറകൾ ഇങ്ങനെ ഒരു വലിയ ജാതിയായി മാറുമെന്ന്. ആരെങ്കിലും വിശ്വസിക്കാമോ? ആമേൻ. ഒരു സമൂഹത്തിന്റെ മുഴുവനും, ഒരു ജാതിയുടെ, ഒരു ജനതയുടെ മുഴുവൻ പേരും യഹൂദ എന്ന് മാറത്തക്ക വേണം. ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ നീ വിശ്വസിക്ക്. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ ഒഴുക്കുന്ന കണ്ണുനീര്, നീ ഒഴുക്കുന്ന പ്രാർത്ഥനയുടെ ആമേൻ കണ്ണുനീര്, വേദനകൾ, നിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾക്കകത്ത് ഒരു വലിയ ജനറേഷനെ ക്രിസ്തുവിൽ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്ക്. അല്ലെങ്കിൽ നിന്റെ അകത്തു നിന്ന് വരുന്ന ദൈവിക വെളിപ്പാടുകൾ, ദൈവമർമ്മമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ റെവലേഷനുകൾ ഒരു വലിയ ജനറേഷനെ പുറത്തെടുക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ആ റൂമിനകത്തേക്ക് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് ആമേൻ ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ടെന്ന്, ആ സാന്നിധ്യത്തിനകത്തേക്ക് നിന്നെ വിളിക്കുന്നുണ്ടെന്ന്, ആ സാന്നിധ്യം നിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് ആമേൻ വിടുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ
ലിനി മോൻസി. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നിന്നോട് പറയും, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത്, നിന്റെ ഏകാന്ത വാസത്തിനകത്ത് നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പലപ്പോഴും നീ ഓർത്തിട്ടുണ്ട്. അയ്യോ, എന്റെ കർത്താവ് പോലും എന്നെ മറന്നുപോയല്ലോ. അപ്പൊ ഞാൻ ഇത്രയും കരഞ്ഞിട്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തേ അപ്പ എനിക്കിതിനൊരു മറുപടി തരാത്തത്? ഞാൻ എത്രയോ വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്നു, ഞാൻ എത്രമാത്രം വേദനപ്പെടുന്നു. എന്നെ നന്നായി അറിയുന്ന ഒരുവൻ നീയാണല്ലോ അപ്പ. ആമേൻ. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ ഒഴുക്കിയ കണ്ണുനീരിന് മറുപടിയായി ആമേൻ പരിശുദ്ധാത്മാവിന് ഒരു പുതിയ തലം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ ഒരു ജനറേഷനെ നിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വെളിപ്പാടുകൾ കൊണ്ട് മെനഞ്ഞെടുക്കുവാൻ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വാസത്തോടെ നീ ഈ പ്രഭാതത്തിൽ അതിനെ റിസീവ് ചെയ്യും. ആമേൻ. ക്രൈസ്റ്റിന്റെ റെവലേഷൻ, ക്രിസ്തു ദൈവത്തിന്റെ മർമ്മമാണെന്ന റെവലേഷൻ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആമേൻ, 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 ഉയരത്തിനുള്ളത് അന്വേഷിക്കുന്ന ഒരു റെവലേഷൻ നിന്റെ അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ആമേൻ അസാധാരണമായ വെളിപ്പാടുകൾ കൊണ്ട് ഒരു ജനറേഷനെ, ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ലീഡറായി, ഒരു ലീഡർ ഒരു നേതൃത്വ പദവിയിലേക്ക് ഇപ്പോൾ നിന്റെ സാഹചര്യങ്ങൾ ആമേൻ നീ ബന്ധപ്പെട്ട മേഖലകൾ നോക്കിയാൽ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. പക്ഷേ ആ അസാധ്യതകളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ. ഈ അസാധ്യതകൾക്കകത്തൊരു ലീഡർഷിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റുവാൻ ആഗ്രഹിക്കുകയാ. ആമേൻ, ആമേൻ. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്തേക്ക് വചന ധ്യാനങ്ങൾ വർദ്ധിപ്പിക്ക്, പേഴ്സണൽ പ്രെയർ വർദ്ധിക്ക്, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്ക്. ആത്മാവും നീയും തമ്മിലുള്ള സംഭാഷണങ്ങൾക്കകത്ത് കൈമാറുന്ന റെവലേഷനുകൾ എഴുതി വെക്ക്. അതിനേക കാതുകളിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ആമേൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില കുടുംബങ്ങളുണ്ട്. ഇന്ന് ഒരു വലിയ ഒരുക്കത്തിലേക്ക് വരുവാൻ ആത്മാവ് ഒരു ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹാസിറ്റി ബിലിയ അധരമനഗടകരകൽക്കമനാദി അന്ധരാധനാരകൽക്കനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സമാധാനത്തിന്റെ പ്രഭു, സമാധാനത്തിന്റെ പ്രഭു എവിടെയായിരിക്കുന്നത്? എന്റെ അകത്ത്. ഈ സമാധാനത്തിന്റെ പ്രഭുവിനെ പ്രസന്റ് ചെയ്തൊരു വ്യക്തിയെ ആമൻ പുതിയ നിയമത്തിൽ ആമൻ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. ഈ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്ത ആമൻ ഒരു വ്യക്തിയെ നമുക്ക് വേഗത്തിൽ വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾക്കകത്ത് ഹല്ലേലൂയ 8-ാം അധ്യായം, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 8-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ ആമൻ 5 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ വായിക്കാം, വളരെ ശ്രദ്ധിക്കുക. ആമേൻ. 4 മുതൽ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തര് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ശമരിയ പട്ടണത്തിനകത്ത് സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിനെ അപ്ലൈ ചെയ്ത അഭിഷക്തനായ ഫിലിപ്പോസ്. ഹല്ലേലൂയ. ശമരിയ പട്ടണത്തെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അസമാധാനം വാഴുന്ന, വ്യഭിചാരം വാഴുന്ന, ആമേൻ ആമേൻ, യഹൂദന്മാർ കടന്നു ചെല്ലാത്ത, ആമേൻ ആമേൻ, എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ട ആമേൻ ആമേൻ പട്ടണമാണ് ശമരിയ. ആ പട്ടണത്തിലേക്കാണ് ഫസ്റ്റ് യേശു കർത്താവ് സമാധാനത്തിന്റെ പ്രഭു ആദ്യമേ ചെന്നിരുന്നു, അല്ലെ? ശമരിയ സ്ത്രീയിലേക്ക് ആമേൻ ആമേൻ മറ്റാർക്കും കൊടുക്കുവാൻ പറ്റാത്ത റെവലേഷനുകൾ, വെളിപ്പാടുകൾ, സമാധാനം, സ്വസ്ഥത അവളുടെ ലൈഫിലേക്ക് തുടങ്ങി. ആമേൻ. ലൈഫിൽ കൊടുത്ത് യേശു ആ പട്ടണത്തിൽ തുടങ്ങി വെച്ചത് അതിനെ പിന്തുടരുന്ന ആമേൻ ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ ആ പട്ടണത്തിൽ ചെന്ന് ആരെയാ? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവിടെ എന്തായി? ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമേൻ, നാം പാർക്കുന്ന കുടുംബങ്ങൾക്കകത്ത് സമാധാനം വാഴണം, സന്തോഷം വാഴണം. ആമേൻ ആമേൻ. അതില്ല എങ്കിൽ ഇന്ന് ആമേൻ ഈ ക്രൈസ്റ്റ് അല്ല നമ്മുടെ അകത്തുനിന്ന്. അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? സമാധാനം ഇല്ലാത്തൊരു വാക്കാണ് നിന്റെ അകത്തു നിന്ന് വരുന്നെങ്കിൽ, നീ ചെല്ലുന്ന ഇടങ്ങളിൽ, നിന്നോട് സംസാരിക്കുന്ന വ്യക്തികളിൽ, ആ കുടുംബങ്ങളിലൊക്കെ ഈ സമാധാനത്തെ അപ്ലൈ ചെയ്യുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ പ്രഭു അല്ല നിന്റെ അകത്ത് വാഴുന്നത്. ആമേൻ ആമേൻ. ഇവിടെ പൗലോസ് എന്ന അഭിഷക്തൻ ആത്മാവിൽ പറയാണ്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാഴ്ച നടക്കണം. ആമേൻ, നടത്തണം. അവനായിരിക്കണം കർത്തൃത്വം നടത്തുന്നത്, അവനായിരിക്കണം അതോറിറ്റി ഉള്ളവൻ, അവനായിരിക്കണം അധികാരം വെളിപ്പെടുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു 3-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ ജഡത്തിൽ പൊങ്ങി വരുന്ന
ജഡത്തിൽ നേരിടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ജയിക്കാത്ത ഒരുവനിലും ക്രിസ്തു വാഴത്തില്ല, സമാധാനം വാഴത്തില്ല. പിന്നെ നീ എങ്ങനെ ഈ സമാധാനത്തെ വേറൊരിടത്ത് അപ്ലൈ ചെയ്യും? ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഈ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കാത്ത, ഈ ജഡത്തെ മുഴുവനും മുരിഞ്ഞു കളയാത്ത, ഈ ജഡത്തിന്റെ സ്വഭാവത്തെ ജയിക്കാത്ത, ഈ ജഡത്തിന്റെ സ്വഭാവത്തെ ആത്മനിയോഗത്തിൽ കീഴടക്കാത്ത നീ എങ്ങനെ സമാധാന പ്രഭുവായ ക്രൈസ്റ്റിനെ അപ്ലൈ ചെയ്യും? നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ ഉപവസിക്കുന്നുണ്ടായിരിക്കാം, നീ ആരാധിക്കുന്നുണ്ടായിരിക്കും, നീ ഒരു വലിയ പ്രസംഗകനോ പ്രസംഗകയോ ആയിരിക്കാം. പക്ഷെ അവിടെയൊന്നും ക്രൈസ്റ്റ് ഇറങ്ങി വരത്തില്ല. അവിടെ നിന്റെ പെർഫോമൻസ് നടത്താൻ കഴിയുമായിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ ചിലരോടൊക്കെ പറയാണ്, യഥാർത്ഥ ക്രൈസ്റ്റിന്റെ റെവലേഷനിലേക്ക് വാ. ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു മഹാനരയ മഹത്വം വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിന്റെ തേജസ്സിനകത്ത് നിൽക്കുന്ന പുതിയ നിയമ ശുശ്രൂഷകനായി, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകയായി മാറ്. അതിനുവേണ്ടി ആത്മാവിന്റെ മുൻപാകെ സറണ്ടർ ആക്. ശമനഗതര ഘടകരകൽക്കന. പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുന്നുണ്ട്, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അത് അക്ഷരത്തിന്റെ അല്ല, എന്റെ വാക്ചാതുര്യം കൊണ്ട്, എന്റെ വാക് വൈഭവം കൊണ്ട് കുറച്ചാളുകളെ പിടിച്ചിരുത്തി കൊള്ളാം നല്ല പ്രസംഗമാണെന്ന് പറയിപ്പിക്കുന്നതല്ല. ആമേൻ, ആമേൻ. ആത്മാവിന്റെ പ്രദർശനം, എന്റെ വചനവും എന്റെ പ്രസംഗവും പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമായി മാറുന്ന, ആമേൻ, അങ്ങനെ ചിലർ ഇതിനകത്ത് ആത്മാവ് സെലക്ട് ചെയ്യുകയാ. ആത്മാവിന്റെ പ്രദർശനശാലകളായി മാറുവാൻ, ആത്മാവിന്റെ പ്രദർശനശാല, ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രൈസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന, ആമേൻ, 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 സമാധാനത്തിന്റെ പ്രഭു ഇറങ്ങി നിൽക്കുന്ന ഒരു മഹത്വമേറിയ മിനിസ്ട്രിക്ക് വേണ്ടി ആമേൻ സമർപ്പണത്തോടെ നിൽക്കുന്ന എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ആത്മാവിൽ റിസീവ് ചെയ്യുന്നുണ്ട്? നിന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ വേണം പരിശുദ്ധാത്മാവിന്, നിന്നെ വേണം കർത്താവിന്. എന്തിന്? ആത്മാവിന്റെ പ്രദർശനം എന്ന് പറഞ്ഞാൽ, പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കാണിക്കുക, ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തി കാണിക്കുക, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുക. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളിൽ എത്ര പേർ ആത്മാവിൽ മനസ്സിലാക്കുന്നുണ്ട് ഈ വചനത്തിന്റെ ആഴങ്ങൾ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, സ്തുതിക്കുന്നവന്റെ അകത്ത്, ആരാധിക്കുന്നതിന്റെ അകത്ത് നിന്ന് സമാധാനത്തിന്റെ പ്രഭു വാഴുകയാ. ഈ വാഴ്ചയ്ക്കകത്ത് നിന്ന് എത്ര പേർ ഹല്ലേലൂയ അനേക കുടുംബങ്ങളിലേക്ക് ഈ സമാധാനത്തെ അപ്ലൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ബാലസിംഹമായ യഹൂദയെ കുറിച്ച് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട, ആമേൻ, ഏറ്റവും ആമേൻ, ആമേൻ, ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹ വാചകങ്ങൾ ഇസഹാക്ക് പറയുമ്പോൾ, ആമേൻ, ആമേൻ, അവിടെ പറയുന്ന മറ്റൊരു വാക്ക് കൂടിയുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ നിർത്തി വേഗത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ഉൽപ്പത്തി പുസ്തകം 49 ആമേൻ 10-ാമത്തെ വചനം പറയണം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. അവകാശമുള്ളവൻ വരുവോളം എന്ന് പറയും. ക്രൈസ്റ്റ്, യേശു ക്രിസ്തു അകത്തേക്ക് വരാതെ, യേശു നിന്റെ അകത്തുണ്ടെന്ന വിശ്വാസത്തിൽ നീ നടക്കാതെ, ആ വിശ്വാസത്തിൽ നീ ജീവിക്കാതെ, എന്ന് പറയും വചനം നിന്റെ അകത്തില്ലാതെ, വചനത്തിനകത്ത് നീ ജീവിക്കാതെ ഈ അതോറിറ്റി നിന്നിൽ നിന്ന് പുറത്തു വരത്തില്ലെന്ന്. ഹല്ലേലൂയ. മനസ്സിലായി? അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരാതെ, അധികാരമുള്ളവൻ വരാതെ, അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ്, ചെങ്കോൽ, ഇതൊക്കെ എന്താ പറയുക? ചെങ്കോൽ, രാജദണ്ഡ് എന്നൊക്കെ പറയുന്നത് രാജാവിന്റെ അധികാരത്തെ കാണിക്കുന്നതാണ്. ആമേൻ. അതിന്റെ പ്രതീകമാ, അധികാരത്തിന്റെ പ്രതീകമാ. നമ്മുടെ അധികാരത്തിന്റെ പ്രതീകം എന്താ? അഭിഷേകം, യേശു ക്രിസ്തുവിന്റെ നാമം, ആ ശക്തി, ഇതൊക്കെയാണ് നമ്മളിലൂടെ അധികാരം. അതിന്റെ ആയുധം എന്താ? നമ്മുടെ നാവാണ് ആയുധം. മനസ്സിലാകുന്നുണ്ടോ? അധരമാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന, ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വചനത്തിൽ ജീവിക്കുന്ന ഒരുവന്റെ ആയുധം അവന്റെ നാവാണ്. ഈ നാവിൽ കൂടി വരുന്ന വചനങ്ങൾ, ആമേൻ, നിന്റെ അധരത്തെ കൺട്രോൾ ചെയ്യാതെ ഈ നാവെന്ന ആയുധത്തെ വിശുദ്ധിയോടെ ആമേൻ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ പാകപ്പെടുന്ന രീതിയിൽ ആമേൻ, ആമേൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ ആയുധം നിനക്ക് യൂസ് ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. അവകാശമുള്ളവൻ, ക്രൈസ്റ്റ് അകത്തു വന്നവന്റെ അധരത്തിൽ നിന്ന് അനാവശ്യമായതൊന്നും പുറത്തു വരത്തില്ല. ഹല്ലേലൂയ. വചനമകത്തുള്ളവന്റെ അധരത്തിൽ കൂടി ഒരുവനെ താറടിക്കുന്ന രീതിയിൽ സംസാരിക്കത്തില്ല. വചനമകത്തുള്ള, ക്രിസ്തു അകത്തുള്ള ഒരുവൻ ആരെയും കളിയാക്കി സംസാരിക്കത്തില്ല. ക്രിസ്തു അകത്തുള്ള ഒരുത്തൻ
ആരുടെ സമാധാനത്തെ കെടുത്തുന്ന രീതിയിൽ സംസാരിക്കത്തില്ല. ക്രിസ്തു അകത്തുള്ള ഒരുത്തൻ ആമേൻ ആമേൻ ഒരു വ്യക്തിയുടെ നെഗറ്റീവിനെ ആമൻ ഉയർത്തി കാണിക്കത്തില്ല. ആമേൻ ആമേൻ ആമേൻ. ക്രിസ്തു അകത്തുള്ളവൻ സമാധാനം വരുത്തുന്നവനാ. മനസ്സിലായോ? സമാധാനം അപ്ലൈ ചെയ്യുന്നവനാ. സമാധാനത്തിന്റെ പ്രഭു അകത്തു വാഴുന്നവനെ ഇങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാപ്ചാലമന ശന്തരാധന മനസ്സലേ റഗൽക്കനെ. സമാധാനം അകത്തുള്ള വ്യക്തിയാണോ നീ? ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേ. നാം വേറെ ആരെ നോക്കണ്ട. എന്റെ ലൈഫിലേക്ക് ആമേൻ, എന്റെ ജീവിതത്തിലേക്ക് നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്റെ കാതുകളിലേക്ക് നോക്ക്, എന്റെ അധരത്തിലേക്ക് നോക്ക്, എന്റെ ഹൃദയത്തിലേക്ക് നോക്ക്. ആമേൻ, എന്റെ ലൈഫിലേക്ക് നോക്ക്. ആമേൻ ആമേൻ ആമേൻ. ഞാൻ വലിയ പ്രസംഗകയൊക്കെയാ, വലിയ പ്രവചനമൊക്കെ പറയും. പക്ഷേ ഈ സമാധാനത്തിന്റെ പ്രഭുവിന് ആമേൻ ഇഷ്ടപ്പെടാത്തതാണ് എന്റെ അധരത്തിൽ നിന്ന് വരുന്നതെങ്കിൽ ആമേൻ 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 ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആരാണോ വാഴുന്നത് അവന്റെ അതോറിറ്റിയാ പുറത്തു വരേണ്ടത്. ആരാണോ വാഴുന്നത്, നെഗറ്റീവാണ് വാഴുന്നതെങ്കിൽ ആ നെഗറ്റീവിന്റെ വാക്കുകളാ ആമേൻ ഫോഷ്കാണ് പറയുന്നതെങ്കിൽ ആ ഫോഷ്കിന്റെ അപ്പനാണ് നിന്നെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? ചെറുതും വലുതുമായ ഏതെങ്കിലും ഒക്കെ കള്ളത്തരങ്ങൾ, ഫോഷ്കുകൾ നിന്റെ നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കാം പറയും. എനിക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. ആമേൻ 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 ആമേൻ. പക്ഷേ ആ ഫോഷ്കിന്റെ അപ്പൻ നിന്റെ മേൽ കർത്തൃത്വം നടത്തരുത്. മനസ്സിലായോ? സമാധാനത്തിന്റെ പ്രഭുവാ നിന്നിൽ വാഴേണ്ടത്. ആ പ്രഭുവാ നിന്നിൽ വാഴേണ്ടത്. ആമേൻ ആമേൻ. ഫോഷ്കിന്റെ അപ്പൻ നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെല്ലാം ആത്മാവിൽ സ്റ്റോപ്പ് ചെയ്തോണം. ആത്മാവിൽ അതിനെല്ലാം റിമൂവ് ചെയ്തോണം. അതിനെല്ലാം ക്യാൻസൽ ചെയ്തോണം. ആമേൻ ആമേൻ. എന്നിൽ വ്യാപരിക്കുന്നത് മഹത്വത്തിന്റെ ആമേൻ പ്രത്യാശയായ ക്രൈസ്റ്റ് ആണ്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിന്റെ മഹത്വം ചുമക്കുവാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഈ യേശുവിന്റെ രാജ്യത്തെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ആമേൻ പത്രോസ് അപ്പോസ്തലൻ ആമേൻ ആമേൻ 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനത്തിൽ പറയണം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നീ മുൻപ് ഇരുട്ടിലായിരുന്നു, നീ മുൻപ് അന്ധകാരത്തിലായിരുന്നു. ആ സമയത്ത് നിന്നെ വാഴുന്നത് ആരായിരുന്നു? ഇരുട്ടായിരുന്നു. അവനാ നിന്റെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നത്. അവന്റെ സ്വഭാവങ്ങളെ നിന്നെ വെളിപ്പെടുത്തുകൊണ്ടിരുന്നത്. അവനെയാ നീ അനുസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നീ എവിടെയാ? അത്ഭുത പ്രകാശമായ ഇൻ ക്രൈസ്റ്റിന്റെ അകത്താണ് നീ. മനസ്സിലായോ? അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മതി. യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. യേശുവിന്റെ സമാധാനത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. യേശുവിന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ആമേൻ ആമേൻ. ഇങ്ങനെ ആ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടി നിന്നെ തിരഞ്ഞെടുത്ത ജാതി, ഇവിടെ നാം വായിച്ച വാക്യത്തിനകത്തുള്ള രാജകീയ പുരോഹിതവർഗം, രാജ അധികാരം. മനസ്സിലായ? പ്രഭു, രാജാവ്, ആ അധികാരം നിന്റെ അകത്തുണ്ട്. ആ വചനത്തിൽ ഉറപ്പിക്കാനാണ് ഞാൻ ആ വചനം പറഞ്ഞത്. മനസ്സിലായോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ആമേൻ സമാധാനത്തിന്റെ പ്രഭു നിങ്ങളിൽ വാഴട്ടെ. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നത്. അവിടേക്കാണ് നാം വരുന്നത്. എവിടെയാ? എന്തിനു വേണ്ടിയാ? ഈ സമാധാന പ്രഭുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മെ എല്ലാം ഏക ശരീരമായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ 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 ആമേൻ. ഏതാണ്ട് 47ഓളം ഡിവൈസുകൾ ഇതിനകത്തുണ്ട്. ഏക ശരീരം, ഒരു ശരീരമാ. മനസ്സിലായി? ഈ ഒരു ശരീരത്തിനകത്ത് ആമേൻ പല അവയവങ്ങൾ. ആ അവയവങ്ങൾക്ക് ഏതെങ്കിലും, നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ ആമേൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ ഒരു വേദന വന്നാൽ നമുക്ക് എത്രത്തോളം അതിനെ ആ തീവ്രത നാം അനുഭവിക്കുന്നുണ്ട്. ഇതേ അനുഭവം ആമേൻ ഈ ശരീരത്തിലെ ഒരവയവത്തിന് എത്രമാത്രം വേദനകൾ, എത്രമാത്രം പ്രശ്നങ്ങൾ, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, എത്രമാത്രം ഒറ്റപ്പെടലുകൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് വരുമ്പോൾ എത്ര ഫീലിംഗ് ഉണ്ടാകുമോ അതേ അനുഭവം ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ നിനക്ക് അതേ ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിലാണ് നീ ഇൻ ക്രൈസ്റ്റ് പേഴ്സൺ ആകുക. പ്രാബാലാഭ ശന്ധര പ്രബാലി അല്ല. അവർക്കുണ്ടാകുന്ന ആ പ്രതിസന്ധി നിന്റെ അകത്ത് എവിടെയോ ഒരു സന്തോഷമാണ് ഉളവാക്കുന്നതെങ്കിൽ നീ ഇപ്പോഴും ആ ഇരുട്ടിന്റെ അധികാരത്തിനകത്താണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം, ഞാന് ഉൾപ്പെടെ നമ്മൾ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് രക്തം കൊടുത്ത്, വില കൊടുത്ത്, ജീവൻ കൊടുത്ത് മറ്റൊരു രാജ്യത്തിനകത്തേക്ക് അപ്പനാക്കി വെച്ച മക്കളാണെന്ന് മനസ്സിലായോ? ആ ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന് മനസ്സിലായോ? അതിനാ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ സമാധാനം മോനെ, മോളെ നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. ഇതിനു വേണ്ടിയാ നിന്നെ ഏക ശരീരമായി, എന്റെ ശരീരത്തിലെ ഒരു അവയവമായി നിന്നെ മാറ്റിയത്. അതിനു വേണ്ടിയാ. അതുകൊണ്ട് നീ നന്ദിയുള്ളവനായിട്ടിരിക്കട്ടെ.
നന്ദിയുള്ളവരായിട്ടിരിക്കണം. ആരോട്? ആമൻ, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, ഒരു യോഗ്യതയുമില്ലാത്ത നിന്നെ, ആമൻ, ഒരു കഴിവുമില്ലാത്ത നിന്നെ, ആമേൻ ആമേൻ ആമൻ, ഇങ്ങനെ സ്നേഹസ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തെ വെളിപ്പെടുത്തുവാൻ, ഈ പുത്രനെ കുറിച്ചുള്ള റെവലേഷനുകൾ പ്രാപിപ്പാൻ, ഈ ആത്മാവിന്റെ ശക്തി അനേകരിലേക്ക് കൊടുക്കുവാൻ, ആമൻ, നിയോഗമുള്ള ഒരു വ്യക്തിയായി സമാധാന പ്രഭുവിനെ ചുമക്കുവാൻ, ഈ രാജാവിന്റെ അധികാരത്തെ അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ, ആമൻ, നിന്നെ യോഗ്യനാക്കി മാറ്റിയ ആ ക്രിസ്തുവിനെ ഓർത്ത് നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് നന്ദി, നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അവനോടുള്ള സ്നേഹം, നിന്റെ ഹൃദയത്തിനകത്ത് അവനോടുള്ള ആദരവ്, ഇങ്ങനെ നന്ദിയുള്ളവരായി ഇരിപ്പി എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാ. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേർ ഈ വചനത്തിന്റെ ആഴങ്ങളെ റിസീവ് ചെയ്യുന്നുണ്ട്? എന്റെ പ്രിയ മക്കളെ, എനിക്കറിയാം ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിവില്ലാത്ത ഒത്തിരി മേഖലകളിൽ കൂടി ആത്മാവ് വചനത്തിൽ കൂടി നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ജഡത്തെ അതിജീവിക്കാൻ പറ്റാത്ത ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ആമൻ, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന, ആമൻ, ആ കോപത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ആ ക്രോധത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾ ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കണം. അതിനെ കൺട്രോൾ ചെയ്യാത്ത, ആ മനുഷ്യനെ ഉരിഞ്ഞു കളയാത്ത ഒരുത്തനിലും സമാധാനത്തിന്റെ പ്രഭു വാഴത്തില്ല. മനസ്സിലായോ? ആമൻ, നിനക്ക് കഴിയത്തില്ല, പക്ഷേ കഴിയുന്ന ഒരുവിനിൽ നീ ആശ്രയിക്കണം. ഹല്ലേലൂയ. യേശുപ്പ, എനിക്ക് പറ്റുന്നില്ല. ഇത്രയും വർഷങ്ങളായി, ഇത്രയും കാലങ്ങളായി ഹസ്ബൻഡിനെ വേണ്ടുമെണ്ണം അനുസരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഭാര്യയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്റെ മക്കളോട് സ്നേഹപരമായി പെരുമാറുവാൻ പറ്റുന്നില്ല, എന്റെ കുടുംബജീവിതത്തെ ഒരു നല്ല ആത്മീക ഐക്യതയിൽ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. നീ അവിടെ സറണ്ടർ ചെയ്യ്. നിനക്ക് പറ്റുന്നില്ലെന്ന് പറ, നിനക്ക് കഴിയത്തില്ലെന്ന് പറ. കഴിവുള്ള ഒരുവൻ നിന്റെ അകത്തുണ്ട്. ആമേൻ ആമേൻ. നിനക്ക് പറ്റാത്തതിനെ ജയിപ്പിക്കുന്ന ഒരുത്തൻ നിന്റെ അകത്തുണ്ട്. അവനാണ് നിന്നെ വാഴുവാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അവന് വാഴാൻ വേണ്ടി അങ്ങ് നിന്ന് കൊടുക്ക്, ഇരുന്ന് കൊടുക്ക്, ആമെ സമർപ്പിച്ചു കൊടുക്ക. അപ്പൊ അങ്ങനിലൊന്ന് വാഴണമേ. എനിക്ക് ഈ സ്വഭാവത്തെ അതിജീവിക്കണം, എനിക്ക് പ്രശ്നത്തെ ജയിക്കണം, എന്റെ ജഡത്തിൽ പൊങ്ങി നിൽക്കുന്ന ഈഗോകൾ, ആമേൻ 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 ആമേൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപടി മേലെ നിൽക്കണമെന്നുള്ളതെല്ലാം ഇന്ന് പകലിൽ എത്ര പേർ അതിനെയെല്ലാം റിമൂവ് ചെയ്യുവാൻ, അതിനെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിനകത്ത് നിന്ന് ആഗ്രഹിക്കുന്നവരോടാ പറയുന്നത്. ആമേൻ. മനസ്സിനകത്ത് തകർന്നിട്ട്, അപ്പ ഇനിയെങ്കിലും എനിക്ക് ഇതിനകത്തു നിന്ന് രക്ഷപ്പെടണമേ അപ്പ, ഇനിയെങ്കിലും എനിക്ക് അങ്ങയിൽ ജീവിക്കണമേ അപ്പ എന്ന് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, റബലബ ശമനഗതന ഘടകരകൽക്കന ശബ്ദൽപനാദി യംധരേരകൽക്കനെ, അങ്ങനെയുള്ള ചിലതിനോട് പറയാണ്, നിനക്ക് വേണ്ടി ഇന്നൊരു വാഴ്ച, നിന്റെ മേൽ ഇന്ന് കർത്തൃത്വം നടത്തുന്നത്, ഇന്നു മുതൽ നിന്നെ വാഴുന്നത്, നിന്റെ മേൽ അധികാരം നടത്തുന്നത് യേശു ക്രിസ്തുവാണെന്ന് നിന്റെ അധരം കൊണ്ടെന്ന് പറഞ്ഞേ. കാലിലെ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോ പറഞ്ഞില്ലേ യേശു എന്റെ രക്ഷകനാണെന്ന്? അധരം കൊണ്ട് പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിച്ച് ഇന്നൊന്ന് പറയാമോ? എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്, എന്റെ മേൽ ആധിപത്യം നടത്തുന്നത്, എന്റെ അകത്തിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഹല്ലേലൂയ. പറഞ്ഞേ, അധരം തുറന്ന് പറഞ്ഞേ, എന്നെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ. എന്നെ വാഴുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയാണ്. എന്നിൽ നിയന്ത്രിക്കുന്നത് സമാധാനത്തിന്റെ പ്രഭുവാ. ആമേൻ ആമേൻ. ഞാൻ ചെല്ലുന്ന ഇടങ്ങളിൽ സമാധാനത്തിന്റെ മഹത്വം വെളിപ്പെടും. പറ. ഞാൻ സംസാരിക്കുന്ന വ്യക്തികളിലേക്ക് സമാധാനത്തിന്റെ കൈമാറ്റം നടക്കും. പറ. ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ സമാധാനമില്ലാത്ത ഹൃദയങ്ങൾക്കകത്ത് സമാധാനം വാഴും. പറയ ആത്മാവിൽ പറ. നിന്നെ അതിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്. ആമേൻ ആമേൻ ആമേൻ. ഏക ശരീരമായി, അവന്റെ ശരീരമായി നിന്നെ മാറ്റിയിരിക്കുന്ന ഒരു സഭയായി നിന്നെ മാറ്റിയിരിക്കുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാ. ആ തല എന്താണ് പറയുന്നത് അതനുസരിക്കുന്നതാണ് ശരീരം. ആമേൻ. തല എന്ന ആമേൻ ആമേൻ കൺട്രോൾ ചെയ്യുന്ന, അതിനനുസരിച്ച് കൈകാലുകൾ ചലിക്കുന്ന, അതിനനുസരിച്ച് മനസ്സ് ചലിക്കുന്ന ആമേൻ ശരീരമാ. ആമേൻ. ക്രിസ്തു എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് ചലിക്കുന്ന ഒരു ശരീരമായി. ആമേൻ ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനു മുൻപ് ജഡം മുഴുവൻ വാണത് കൊണ്ടാണ് ആത്മാവ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. മക്കളെ, ജഡം വാണാൽ ഇരുട്ടായിരിക്കും നിന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. അതുകൊണ്ട് ജഡമല്ല, ആത്മാവിൽ ആമേൻ 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 ക്രൈസ്റ്റ് വാഴുന്ന ഒരു ആത്മമണ്ഡലം ഇന്ന് പ്രഭാതത്തിൽ ഓപ്പൺ ചെയ്തേ. അച്ചല പ്രബൽക്കമന സ്തുതിക്കുന്നവന്റെ അകത്ത് നിന്ന് ആമേൻ പ്രബലനായി തീരുന്ന ആമേൻ യഹൂദ സഹോദരന്മാർ
മറ്റാരേക്കാൾ പ്രബലനായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ആത്മാവിന്റെ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന നിന്നിൽ നിന്ന്, മറ്റാരേക്കാളും ദൈവഹിതത്തിന് വേണ്ടി ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കത്തോടെ നിൽക്കുന്ന നിന്നിൽ നിന്ന്, ആമേൻ ആമേൻ ആമേൻ, മറ്റെന്തിനേക്കാൾ കർത്താവിന് പ്രയോരിറ്റി കൊടുക്കുന്ന, മറ്റേത് സാഹചര്യങ്ങൾ ഒത്തിരി പ്രതികൂലങ്ങളായിട്ടും അതിന്റെ എല്ലാം ഈ പ്രതികൂല സാഹചര്യത്തിനകത്തും എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നും എന്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പണത്തോടെ നിൽക്കുമെന്നും ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന നിന്നിൽ നിന്ന് ആര് പുറപ്പെടും? പ്രഭു ഉത്ഭവിച്ചു. ആമേ, ഉത്ഭവിക്കുമെന്നല്ല, ഉത്ഭവിച്ചു. ആമേൻ 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 ആമേൻ. പൗലോസ് പറഞ്ഞു, നിന്റെ അകത്തിരിപ്പുണ്ട് ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. എത്ര പേര് ആത്മാവിൽ ഇതിനെ റിസീവ് ചെയ്യും? ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയോ. ആമേൻ ആമേൻ. ഒരു ബാലസിംഹം പോലെ നിന്റെ അകത്തുള്ള അതോറിറ്റിയെ തിരിച്ചറിഞ്ഞിട്ട് ശത്രുവിനെ ഏത് നിമിഷവും കീഴടക്കുവാൻ പറ്റുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. തോറ്റു പോകത്തില്ല, പരാജയപ്പെടത്തില്ല. ആമേൻ. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് വെളിപ്പാടുകൾ കൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞതിനെ കീഴടക്കുന്ന ഒരാത്മമഹത്വം, ആത്മസാന്നിധ്യം നിന്നിൽ ഇന്ന് വെളിപ്പെടും. എത്ര പേർ അധികാരത്തോടെ ഇതിനെ റിസീവ് ചെയ്യുന്നുണ്ട്? അല്പസമയം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രവചനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഹൂദയോട് പറയുന്ന മറ്റൊരു ആമേൻ പ്രവചന ദൂതന്റെ, യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഹാലലൂയ. ആരാ കൊയ്യാൻ പോകുന്നത്? എന്റെ മക്കളെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ തല ഉയർത്തി നോക്കിക്കേ, കൊയ്ത്തിന് വേണ്ടി ഇതേ വിളഞ്ഞു കിടക്കുക. എത്ര പേർ കൊയ്ത്തിന് റെഡിയാകുന്നുണ്ട്? യഹൂദയാണോ നീ? ആമേൻ 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 ആമേൻ. അടുത്തൊരു കൊയ്ത്തിന് വേണ്ടി ആയുധധാരിയായി ആയുധവും ഏറ്റുകൊണ്ട് ആമേൻ വചനം എന്ന വാളുകൊണ്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ആമേൻ ആമേൻ. ഒരു കൊയ്ത്തിന് വേണ്ടി റെഡി ആയിട്ടുണ്ടോ? നിന്റെ കയ്യിൽ ആയുധമുണ്ടോ? മൂർച്ചയുള്ള ആയുധം, പഴകിയതും തുരുമ്പിച്ചതുമൊന്നുമല്ല. മനസ്സിലായോ? പുതിയത്, മൂർച്ചയുള്ളത്, പല്ലേറിയത്. ഈ ആയുധവുമായി ഒരു കൊയ്ത്തിന് വേണ്ടി റെഡിയാകുന്ന ചിലതിനോട് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ കൊയ്ത്ത്. യഹൂദയോട് പറയാ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതിയാ. ആമേൻ. മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥകൾക്ക് ആ മാറ്റം വരുത്തുന്നത്, അവരുടെ അന്തരീക്ഷങ്ങൾക്ക് ആ മാറ്റം വരുന്നത്. പക്ഷേ നിനക്ക് വെച്ചിരിക്കുന്ന ഒരു വലിയ കൊയ്ത്താ, നിനക്കൊരു വലിയ കൊയ്ത്താ. ആമേൻ ആമേൻ. സ്തുതിക്കുന്ന നിന്നോട്, പ്രാർത്ഥിക്കുന്ന നിന്നോട്, ആരാധിക്കുന്ന നിന്നോട്, ഉപവസിക്കുന്ന നിന്നോട്, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്ന നിന്നോട്, ദൈവരാജ്യത്തിന് വേണ്ടി അനേക ആത്മാക്കൾക്ക് വേണ്ടി ഇടിവുകളിൽ കയറുന്ന നിന്നോട്, ആമേൻ, പരിശുദ്ധാത്മാവ് പറയും, നിനക്കൊരു കൊയ്ത്ത്, ഒരു കൊയ്ത്ത്. ഇന്ന് പ്രഭാതത്തിൽ ആ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങുന്ന എത്ര പേരുണ്ട്? ആ കൊയ്ത്തിന് വേണ്ടി റെഡിയാകുന്ന എത്ര പേർ? നിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ട്. പ്രാർത്ഥനയുടെ മൂർച്ച വർദ്ധിക്കട്ടെ, വിശ്വാസത്തിന്റെ മൂർച്ച വർദ്ധിക്കട്ടെ. ആമേൻ 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 ആമേൻ. പ്രത്യാശയുടെ മൂർച്ച വർദ്ധിക്കട്ടെ, ആരാധനയുടെ മൂർച്ച വർദ്ധിപ്പിക്ക്, ആയുധത്തിന്റെ മൂർച്ച കൂട്ട്, വചന വെളിപ്പാടുകളുടെ മൂർച്ച കൂട്ട്, അന്യഭാഷ പ്രാർത്ഥനകളുടെ മൂർച്ച കൂട്ട്. മൂർച്ചയില്ലാത്ത ആയുധങ്ങളൊക്കെ എടുത്ത് കള, പുതിയത് വാങ്ങിക്ക്. ഈ ഉപവാസം ചില പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതായി മാറട്ടെ. ഹല്ലേലൂയ. ഈ ഉപവാസം ആമേൻ മൂർച്ചയുള്ള ആയുധങ്ങൾ, പുതിയ ആയുധങ്ങൾ, പല്ലേറിയ ആയുധങ്ങൾ വാങ്ങി ഹല്ലേലൂയ. ഒരു വലിയ കൊയ്ത്ത്, ആ വിളവ് ഹല്ലേലൂയ കൊയ്യുവാനുള്ള സമയമായി. ഒന്ന് നോക്കിക്കേ. ആമേൻ. ഇന്ത്യയിലേക്ക് നോക്ക്. ആമേൻ. 28 സംസ്ഥാനങ്ങൾക്കകത്തേക്ക് നീ നോക്ക്. കൊയ്ത്തിന് വേണ്ടി വിളഞ്ഞു കിടക്കുകയാ. നിന്റെ ഏരിയയിലേക്ക്, നിന്റെ ആ ഗ്രാമത്തിലേക്ക് നോക്ക്, ആ പട്ടണത്തിലേക്ക് നോക്ക്. എന്തുമാത്രം കൊയ്യുവാൻ, എന്തുമാത്രം വിളവ് ഹല്ലേലൂയ വിളഞ്ഞു നിൽക്കുന്ന പാഠങ്ങൾ കാണാം. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഐക്യതയില്ലാതെ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന, ആമേൻ, അമ്മയെയും അപ്പനെയും തിരിച്ചറിയാത്ത തലമുറകൾ, ഭർത്താവിനെയും ഭാര്യയെയും സ്നേഹമില്ലാതെ കൊല്ലും കൊലപാതകങ്ങൾ നടത്തുന്ന ആമേൻ ആമേൻ അന്തരീക്ഷങ്ങൾ നിന്റെ നാട്ടിൽ, എന്റെ നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ എന്തേ നിന്റെ ആയുധത്തിന് മൂർച്ചയില്ലാത്തത്? മടങ്ങിവാ. ചിലതിനോടൊക്കെ ആത്മാവിൽ അതിശക്തിയോടെ മടങ്ങിവാ മടങ്ങിവാ മടങ്ങിവാ. ഫിലിപ്പ് പരിശുദ്ധാത്മാവിൽ പറയുകയാ, നിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ട്, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങ്. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, പലരുടെയും അവസ്ഥകൾക്കും സ്ഥിതികൾക്കൊക്കെ മാറ്റം വരുത്തുമ്പോൾ, ആമേൻ, നിന്നോട് പറയും, നിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ട്, നിന്റെ പ്രവചന ദൂതകൾക്ക് മൂർച്ച കൂട്ട്, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ആയുധത്തെ രാഗി 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 റാച്ചാലാമസി അന്യഭാഷ പ്രാർത്ഥനകൾക്കകത്ത് നിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ട്, മൂർച്ച കൂട്ട്. വചന ധ്യാനം എന്ന മൂർച്ച വർദ്ധിക്കുന്നതിനനുസരിച്ച് രാജ്യത്തിന്റെ ചില സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുവാൻ ചില നോർത്ത് ഇന്ത്യൻ മിഷണറി യാത്രയ്ക്ക് വേണ്ടി
ഒരു ടീമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു ടീം ലീഡറായിട്ട് നിന്നെ ആമേൻ ചില സംസ്ഥാനങ്ങൾക്കകത്തേക്ക് ചില രാജ്യങ്ങൾക്കകത്തേക്ക് പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാ. ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട്. മനസ്സിലാകുന്നുണ്ട്? പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ, പകരക്കാർ. നീ ഒരു പകരക്കാരിയാ, ക്രിസ്തുവിന്റെ പകരക്കാരി. പ്രബല ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുവനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ അവൻ എത്രത്തോളം മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുമെന്ന് നിന്റെ ലൈഫിൽ ആത്മാവ് തെളിയിക്കുവാൻ പോകുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എത്ര പേർക്ക് ഹല്ലേലൂയ, ആമേൻ ആമേൻ ആമേൻ, ഈ ആയുധത്തെ മൂർച്ച കൂട്ടുവാൻ, ഈ ആയുധം കൊണ്ട് ഒരു കൊയ്ത്തിന് വേണ്ടി ഇറങ്ങുവാൻ ആമേൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. കൊയ്യുമ്പോൾ ചെളിയിലേക്ക് ഇറങ്ങണം, കുനിഞ്ഞു നിൽക്കണം. ആമേൻ ആമേൻ, സ്പീഡിൽ കൊയ്തു പോകണം. മനസ്സിലായോ? ആ ശരീരത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നേ, മനസ്സിന് സമ്മർദ്ദമുണ്ടെന്നേ, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെന്നേ. ഈ പ്രതിസന്ധികൾക്കകത്തും ആമേൻ ആമേൻ കൊയ്ത് നല്ല കറ്റകളെ കൊയ്തു കൂട്ടുന്ന ചില കൊയ്ത്തുകാരെ ആത്മാവിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ ചിലരുടെ പേരുകൾ ആത്മാവിൽ വിളിച്ചു പറയുകയാ. സച്ചല, ജയ, സജി, റാബ്ജി, ലെമർത്തനാദി, അന്തരേദിനിയ, റാബ്ജലെ, മിനി, സണ്ണി, റാച്ചൂലി, റമസ്പിനാദ, ഗഞ്ചലവരഘടക, ശന്തല പ്രബൽക്കനാദിയ, അജിത, റാച്ചാലിയ, സംജനെ, ജഗൽഖിനി, വീന, അജയ്. പരിശുദ്ധാത്മാവിൽ പറയുകയോ, സച്ചിലെ ആയുധധാരികളായി എഴുന്നേൽക്ക്. ബോറാസിച്ചിലി, നിന്റെ കരങ്ങൾക്കകത്തതുണ്ട്, നിന്റെ അകത്തതുണ്ട്. നീ എത്രത്തോളം ഈ പ്രസൻസിനെ ആമൻ വെളിപ്പെടുത്തുവാൻ പൂർണ്ണ മനസ്സോടെ. കൊലോസ്യ ലേഖനത്തിനകത്ത് ക്രിസ്തുവിന്റെ പൂർണ്ണതയാ. ആമേൻ ആമേൻ 2:10 വാക്യത്തിൽ പറയുന്നു, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിന്റെ തല പൂർണ്ണതയുള്ളത്, പിന്നെ നിന്റെ ശരീരം എങ്ങനെ പൂർണ്ണതയുള്ളതല്ലാതാകും? മനസ്സിലായോ? ഈ ക്രിസ്തുവിന്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്ന സമാധാനത്തിന്റെ പൂർണ്ണതയാണ് നിന്നിൽ വേണ്ടത്. എപ്പോഴെങ്കിലുമൊക്കെ സമാധാനം കിട്ടിയാൽ പോരാ. സമാധാനത്തിന്റെ പ്രഭു നിങ്ങളിൽ വാഴട്ടെ, കുടുംബങ്ങളിൽ വാഴട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. രമലബരബല അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ വരം ലഭിച്ചവരെല്ലാം ഒരു സെക്കൻഡ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എന്റെ കുടുംബത്തിൽ ഈ നിമിഷം മുതൽ സമാധാനത്തിന് പ്രഭു വാഴും വാഴും വാഴും. എല്ലാ നെഗറ്റീവ് വാഴ്ചകളെ ആത്മാവിൽ ശാസിക്ക്. ഹല്ലേലൂയ. ജബലബരബലബ. എന്റെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നത് സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവാ. എന്റെ ഭർത്താവിനെ നിയന്ത്രിക്കുന്നത് സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവാ. എന്നെ നിയന്ത്രിക്കുന്നത് സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവാ. എന്റെ ചർച്ചിനെ നിയന്ത്രിക്കുന്നത് സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവാ. ആമേൻ ആമേൻ പറഞ്ഞ എന്റെ ഫിനാൻഷ്യൽ മേഖലകളെ നിയന്ത്രിക്കുന്നത് സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവാ. പറ നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ സകല മേഖലകളെ നോക്കിക്കൊണ്ട് പറ, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ആമേൻ 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 വാഴുന്നത്, അധികാരം നടത്തുന്നത് യേശു ക്രിസ്തുവാണെന്ന് പറ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണെന്ന് പറ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഒരു അനോയിന്റിംഗ് നടക്കുന്നുണ്ട് ഈ നിമിഷം. നിങ്ങൾ വിശ്വാസത്തോടെ എത്രത്തോളം റിസീവ് ചെയ്യുന്നുണ്ട്? നിന്റെ അകത്ത് പകരം പ്രവചനം എന്ന ആയുധത്തിന് മൂർച്ച കൂട്ടുന്നുണ്ട്. ഇതുവരെ വെളിപ്പെടാത്ത ചില പ്രവചന ദൂതുകൾ, ചില ഉന്നതന്മാരെ നോക്കി പറയുന്ന ആമേൻ ആമേൻ, ചില നേതാക്കന്മാരെ നോക്കി പറയുന്ന ആമേൻ, പ്രഗത്ഭന്മാരെ നോക്കി പറയുന്ന ഒരു ആയുധം നിന്റെ അധരത്തിന്റെ മൂർച്ച കൂടട്ടെ. മനുഷ്യനെ ഭയപ്പെടുന്ന ആമേൻ, വ്യക്തികളെ ഭയപ്പെടുന്ന, സമൂഹത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഡാനിയേൽ, ജോൺ, ഡാനിയേൽ ഷോമി, നിന്റെ അധരത്തിനകത്തുനിന്ന് അഭിഷേകത്തിന്റെ ദൂതുകൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ആമേൻ നിർത്തിക്കൊള്ളാം. വളരെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ആമേൻ, ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടു. ഹല്ലേലൂയ. അമേരിക്ക അണുബോംബിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അണുബോംബിട്ട് ഇന്നും അതിന്റെ സൈഡ് എഫക്റ്റുകൾ അവിടെ ജനിക്കുന്ന കുട്ടികളിൽ ഇന്നും അതിന്റെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം
വീര്യമുള്ള സ്ഫോടക വസ്തുവായിരുന്നു അത്. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഈ അടുത്ത നാളിൽ എന്റെ മക്കളെ ഹല്ലേലൂയ ആമേൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആ നാഗസാക്കിയിലും ആ ഹിരോഷിമയിലും ഇട്ട ബോംബ്, ആ അണുബോംബ്, അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ അവരതിന് ഇട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ട്രിനിറ്റി. ട്രിനിറ്റി എന്നൊരു പേരാ. ഹല്ലേലൂയ, ട്രിനിറ്റി. ഞാൻ ആ വാക്ക് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കര ട്രിനിറ്റിക്കകത്തുള്ള ശക്തി. ആമേൻ, ആമേൻ, ആമേൻ. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാല്? ആമേൻ, അത്രമാത്രം വീര്യമുള്ളത്. അത് കേവലം മനുഷ്യൻ നിർമ്മിച്ച ഒരു അണുബോംബിന് അത്രയും ശക്തിയുണ്ട്. നിന്റെ അകത്തുള്ള ട്രിനിറ്റി. ആമേൻ, ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന മഹത്വം നിന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ ഉണ്ടല്ലോ, അന്യഭാഷയുടെ ചില വാക്കുകൾ ഉണ്ടല്ലോ, ചില സ്ഫോടക വസ്തുക്കളായി ചില ഇരുട്ടിന്റെ മേഖലകളിൽ ചെന്ന് പതിക്കുമെന്ന് പറഞ്ഞാൽ, ഓ, പിശാചിന് എന്നേക്കുമായി ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, അവൻ ഒരിക്കലും എഴുന്നേറ്റ് വരുവാൻ പറ്റാത്ത രീതിയിൽ നിന്റെ അകത്തു നിന്ന്, നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ റിസീവ് ചെയ്യുന്ന എത്ര പേരുണ്ട്? നീ പറയുന്ന അന്യഭാഷ ചില സ്ഫോടക വസ്തുക്കളായി ആ ദേശങ്ങളിൽ പതിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ ആ ദേശത്ത് അദൃശ്യ മണ്ഡലങ്ങൾക്കകത്ത് പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന പല കെണികളെയും തകർക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവനോട് പറയുകയാ, വിശ്വസിക്കുന്ന നിന്നിൽ കൂടി അടയാളങ്ങൾ വെളിപ്പെടുക. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഉപവാസിക്കുന്നതല്ല, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അവർ മരണകരമായത് കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല. മരണകരമായ ഒരു രോഗമായിരിക്കാം നിന്നെ പിടിച്ചിരിക്കുന്നത്. പറ, ഇതെന്നെ ഹാനി വരുത്തത്തില്ല, ഇതെന്നെ കൊല്ലുവാനുള്ളതല്ല, ഇതെന്റെ ജീവൻ എടുക്കുവാനുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. പറ, പറ. ആ രോഗത്തെ നോക്കി പറ. ആമേൻ, 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 ആമേൻ. ആ പ്രശ്നത്തെ നോക്കി പറ. പ്രാപ്തി ലവർദ്ധന സന്ധരെ ആ പ്രശ്നത്തെ നോക്കി പറ, ഇല്ല, ഞാൻ ജയിക്കും, ഞാൻ ജയാളിയായവന്റെ മകളാ, ഞാൻ ജയിച്ചവന്റെ മകനാ. പറ, പറ. നീ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അദൃശ്യ മണ്ഡലങ്ങൾ, പുറമേ നിനക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കാം, പുറമേ നോക്കുമ്പോൾ ഒത്തിരി ശൂന്യതകളുണ്ട്. ഞാൻ പറയുന്ന ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന അഭിഷക്തരോടാണ് ഞാൻ പറയുന്നത്. ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന പോരാളികളോട് ഞാൻ പറയുന്നത്. ആത്മവീര്യത്തോടെ നിൽക്കുന്ന പടയാളികളോടാണ് ഞാൻ പറയുന്നത്. പ്രത്യക്ഷത്തിൽ നിനക്കൊന്നും നേടുവാനില്ലായിരിക്കാം, കാറോ വീടോ സമ്പത്തോ ഒന്നുമില്ല, പക്ഷേ നീ ആത്മാവിൽ ഒരു പ്രബലനാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. നീ ശക്തനായ ഒരു പോരാളിയാ തിരിച്ചറിഞ്ഞുകൊള്ളണം. നീ അദൃശ്യ മണ്ഡലങ്ങൾക്കകത്ത് ഒത്തിരി മേഖലകൾ കീഴടക്കുന്നുണ്ട്. ഹല്ലേലൂയ, ജാലാമസിയന്തരെ ഹല്ലേലൂയ. ആർക്കും കീഴടക്കാൻ പറ്റാത്ത ചിലതൊക്കെ കീഴടങ്ങുന്നുണ്ട്. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരുതനെ, ആമേൻ, ആമേൻ, ഗദരദേശത്ത് ഒരു ചങ്ങല കൊണ്ട് പോലും അവനെ ബന്ധിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കീഴടക്കാൻ പറ്റാത്ത ഒരുത്തനെ, ആമേൻ, 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 കീഴടക്കാൻ വന്നതല്ല, ആ ദേശത്തേക്ക് പാദം വെച്ചപ്പോൾ അവൻ തന്നെ വന്ന് കീഴടങ്ങി. മനസ്സിലായോ? നീ കീഴടക്കുകയല്ല, നിന്റെ അകത്തിരിക്കുന്നവനെ കണ്ടുകൊണ്ട് ചിലതൊക്കെ വന്ന് നിന്റെ മുൻപിൽ കീഴടങ്ങും. ബർത്തേലി, ബിജോയ്, ഡാനിയേൽ, രാംചേൽ, എസ്പേനിയ, റബ്ജലാദികൾ കനാച്ചെറിയാൻകെ റാസ്ബിചി റിസിനി ഖലാദഗണ്ഠൽ കം റവത്തുനാദി. വിശ്വാസത്താൽ റിസീവ് ചെയ്യ. നീ അറിയാതെ നിന്റെ മുൻപിൽ സറണ്ടർ ആകുന്ന ചില നെഗറ്റീവ് സ്പിരിറ്റുകൾ, നീ അറിയാതെ ചില ദേശത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ചില അദൃശ്യ ശക്തികൾ നിന്റെ മുൻപിൽ, നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തിന് മുൻപിൽ, നിന്റെ അകത്തിരിക്കുന്ന പ്രഭുവിന്റെ മുൻപിൽ, അധികാരിക്ക് മുൻപിൽ കീഴടങ്ങുന്ന ഒരു റെവലേഷൻ അകത്തേക്ക് ആത്മാവ് നിന്നെ ഇന്ന് പ്രഭാതത്തിൽ കൈപിടിക്കുകയോ. ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു. പറയട്ടെ, നിന്നെ നോക്കി ഇവിടെ വന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ആത്മാവിൽ പോരാടിയാട്ടെ. നാം ഒരുമിച്ച് ആത്മാവിൽ പ്രയർ ചെയ്യുകയാ. അർത്ഥല പ്രമണ്ഡൽ ജാലവൈഡമനഘടകസ്യ അസ്താരജാതഗന്ധിരാലകൽ ഖമനകശംഭപ്രവാദിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാ. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം.
വചനത്തിന്റെ ആഴമായ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവേ. ഹാലൽ യഹൂദയിൽ നിന്ന് പ്രബലനായ പ്രഭു ഉത്ഭവിച്ചു. ഞങ്ങളിൽ നിന്ന് ആമേനാമേ ശക്തനായ രാജാതിരാജാവായ കർത്താതികർത്താവായ മഹാപുരോഹിതനായ മഹാപ്രഭുവായ സമാധാനത്തിന്റെ പ്രഭുവായ അങ്ങ് പുറപ്പെട്ടതിനായി സ്തോത്രം. അങ്ങ് വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ, ഈ ഡിവൈസുകളിൽ അങ്ങയുടെ മുൻപാകെ വചനത്തിന് മുൻപാകെ സമർപ്പണത്തോടെ നിന്ന് വചനങ്ങൾ റിസീവ് ചെയ്ത ദൈവിക ആലോചനകൾ, ദൂതുകൾ, നിയോഗങ്ങൾ ആത്മാവിൽ റിസീവ് ചെയ്ത എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുകയോ. ഇവരെല്ലാം ദൈവരാജ്യത്തിന്റെ പോരാളികളായി അനേക രാജ്യങ്ങളിൽ വെളിപ്പെടട്ടപ്പച്ച, അനേക ദേശങ്ങളിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി മാറട്ടെ. മൂർച്ചയുള്ള ആയുധങ്ങളായി ഇവർ മാറട്ടെ. ആമേൻ. ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത്, ആമേൻ, ഒരു വലിയ കൊയ്ത്തിലേക്ക് ഈ മക്കളെയെല്ലാം ഇറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയോ. അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും, എല്ലാ മാനവും, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇത്രത്തോളം സമയം ആമേൻ വചനം പറയുവാനിടയായതിനെ ബലപ്പെടുത്തിയ ദൈവത്തിന് സർവശക്തനെല്ലാം മഹത്വം കൊടുക്കുന്നു. വിശേഷാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സിസ്റ്റർ ബീന അജയ്, അദ്ദേഹത്തോട് ഈ ഗ്രൂപ്പിലെ അഡ്മിൻസ് എല്ലാവരും, വിശേഷാൽ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം എല്ലാം അറിയിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ പോരാടുക, യുദ്ധം ചെയ്യുക, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ.